ഇത് പരിചയപ്പെടുത്തി. ഭുവനേഷ് കൃഷ്ണ എന്നാണ്. കോഴിക്കോട് കുന്നമംഗലത്താണ് സ്വദേശം. ഞാൻ ഈ ബിസിനസ്സിലോട്ട് കടന്നു വന്ന സാഹചര്യങ്ങളും അതിൽ ഏറ്റെടുക്കാണ്ടായ സാഹചര്യങ്ങളും അപ്പൊ ഏറ്റെടുത്ത് പ്രവർത്തിച്ച രീതിയും എത്തി നിൽക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് രീതിയിൽ പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും പുതിയ ആളുകൾക്ക് വേണ്ടി എന്ന ലെവലാണ് ഞാൻ എല്ലാവരും എപ്പോഴും സംസാരിക്കുക. പുതിയ ആളുകൾക്ക് വേണ്ടി എന്ന ലെവലിലാണ്. കേട്ടവര് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ആ കേട്ടവർ എക്സ്പേർട്ട് ആയിട്ട് മാറും. പുതിയ ആളുകൾക്ക് ഒരറിവുമായി. ഏതായാലും ഈ മേഖലയിലാണ് ഒരു വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മേഖലയിൽ വിജയിച്ച കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ അറിയുള്ളൂ. അപ്പൊ നമ്മളെക്കാളും ഒക്കെ പല കാര്യങ്ങളിലും വിജയിച്ച ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് അറിയാം. എന്തായാലും മൈലേജ് സ്റ്റൈൽ ബിസിനസ് എങ്ങനെ ചെയ്യണം, അല്ലെ അത് വിജയിക്കുന്ന രീതി, നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്. അപ്പൊ നമ്മുടെ രീതി നമുക്കൊരു എക്സ്പീരിയൻസ് പോലെ പറയാം. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എറണാകുളത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എറണാകുളത്തായിരുന്നു. ഫാമിലി ആയിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധനീഷ് മധോൻ സാറാണ് അവസരം തരുന്നത്. അദ്ദേഹം ഓപ്പർച്യൂണിറ്റി പറഞ്ഞ സമയത്ത് എല്ലാവരും പറയുന്നത് പോലെ തൽക്കാലം മാറ്റിവെച്ചു. തൽക്കാലം ഇപ്പൊ നമുക്ക് താല്പര്യം നമുക്ക് പിന്നീട് നോക്കാം എന്ന രീതിയിൽ 2015 അദ്ദേഹം നിർബന്ധിച്ചൊരു ID അടിച്ചു. 2016, 2017 ഒക്കെ നമ്മൾ വളരെ നെഗറ്റീവ് ആയിരുന്നു. 2017 വളരെ പാർട്ട് ടൈം ആയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ നല്ലൊരു ജോലിയുണ്ട്. ആ ജോലിക്കൊപ്പം പാർട്ട് ടൈം ആയിട്ട് ചെയ്യണം. ലീഡേഴ്സ് ഒക്കെ കോഴിക്കോടാണ്, ഞാൻ ഒറ്റയ്ക്ക് എറണാകുളത്താണ്. അപ്പൊ അങ്ങനെ ആദ്യത്തെ കമ്പനി റാങ്ക് എത്തുന്നത് വരെ അങ്ങനെ എറണാകുളത്ത് നിന്ന് പ്രവർത്തിച്ചു. കമ്പനി റാങ്ക് എന്ന് പറഞ്ഞാൽ TC, ടീം കോർഡിനേറ്റർ. ടീം കോർഡിനേറ്റർ ആയതിനു ശേഷം മനസ്സിലായി ഇതൊരു പാർട്ട് ടൈം ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് അല്ല, ഇത് ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കേണ്ടതാണ് എന്ന് ട്രെയിനിങ്ങിൽ പോയ സമയത്ത് മനസ്സിലായി. കാരണം ബിസിനസ് ഒരിക്കലും പാർട്ട് ടൈം ചെയ്യരുത്. ബിസിനസ് എപ്പോഴും ഫുൾ ടൈമും ജോലി എപ്പോഴും പാർട്ട് ടൈമും ആവാം. അങ്ങനെ മനസ്സിലായപ്പോൾ നിലവിലെ മാനേജറായിരുന്ന വർക്ക് മാറ്റിവെച്ച് നേരെ ഞാൻ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ചെയ്യുകയും പാർട്ട് ടൈം ആയിട്ട് യൂബർ ടാക്സി ഓടിച്ചുകൊണ്ടാണ് പിന്നീട് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തത് എറണാകുളത്തുനിന്ന്. പിന്നീട് അത് ഒഴിവാക്കി ഫുൾ ഫോക്കസ് ആയിട്ട് മൈ ലൈഫിലേക്ക് വരികയുണ്ടായത്. അപ്പം അങ്ങനെ തുടക്ക സമയത്തൊരു ധൈര്യം കാണിച്ചത് തീർച്ചയായിട്ടും ബിസിനസ്സിൽ വലിയ ഗുണം ചെയ്തു. 2018 എന്ന് പറയുന്ന വർഷം ശരിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് എടുത്തൊരു വർഷമാണ്. 2018 ജനുവരി മുതൽ 2019 ഒരു വർഷക്കാലം ശരിക്കും ടീം ഡെവലപ്മെന്റ് ഭാഗമായിട്ട് രാവിലെ നമ്മൾ എപ്പോഴും ലീഡേഴ്സ് പറയുന്നത് പോലെ നല്ലൊരു എഫേർട്ട് ഇടാൻ തയ്യാറായി. രാവിലെ മോർണിംഗ് വർക്ക് 7 മണിയാകുമ്പം അന്ന് ഈ മോർണിംഗ് മീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഈ മോർണിംഗ് മീറ്റിങ്ങുകൾ, 2020 ശേഷമാണ് രാവിലത്തെ മീറ്റിങ്ങുകൾ വന്നത്. അതുവരെ നമ്മൾ മോർണിംഗ് വർക്കായിരുന്നു. രാവിലെ ഓരോ സാഹചര്യത്തിനും അതാത് രീതിക്ക് അനുസരിച്ച് പോവുമല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് മോർണിംഗ് മീറ്റിംഗ് വളരെ അനിവാര്യമാണ്. അന്ന് മോർണിംഗ് വർക്കായിരുന്നു അനിവാര്യം. അപ്പോൾ രാവിലെ 7 മണിക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ വീടിന്റെ ഗേറ്റ് അങ്ങ് കടക്കും. ഇത് വർക്ക് ഉണ്ടെങ്കിലും കിടക്കും, ഇല്ലെങ്കിലും കിടക്കും. അപ്പോൾ രാവിലെ ഇറങ്ങുക. കാരണം എത്രത്തോളം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ ഇറങ്ങുന്ന സാഹചര്യമായിരുന്നു അന്നത്തെ ഒരു വർഷം ഉണ്ടായിരുന്നു. മാക്സിമം നേരം വൈകി വീട്ടിൽ കയറും. വെച്ചാൽ മാക്സിമം ഒരു എഫേർട്ട് ഒരു വർഷം, ഒറ്റ വർഷക്കാലം, ആ ഒരു വർഷക്കാലത്തെ എഫേർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ബിസിനസ് ഒരു വർഷം കൊണ്ട് തന്നെ TCയിൽ നിന്നും ATCയും DTCയും ZTCയും STC വരെ മറികടന്ന് ഒരു വർഷം കൊണ്ട് 4 റാങ്കുകൾ മറികടന്ന് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്താൻ സാധിച്ചു. നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോരോ വേഗതയാണ്. ഇപ്പം എല്ലാവർക്കും ഒരേ സ്പീഡല്ല. നമ്മൾ നമ്മുടെ സ്പീഡിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലർക്ക് നമ്മളെക്കാൾ സ്പീഡിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെക്കാൾ സ്പീഡ് കുറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെപ്പോലെ സ്പീഡിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് അത്തരം കാര്യങ്ങളിലേക്ക് നോക്കി നമ്മൾ ടെൻഷൻ ആവേണ്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്പീഡാണ്. അപ്പൊ ആ സ്പീഡ് അനുസരിച്ച് പോയാൽ മതി. അപ്പൊ എൻ്റെ ഒരു സ്പീഡ് അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. എന്നെ ശരിക്കും അങ്ങനെ സാഹചര്യത്തിൽ ചെയ്യാണ്ടായ ഒരു ഫുൾ ടൈം ആയിട്ട് കണ്ടാലും സാഹചര്യം പറയുകയാണെങ്കിൽ എറണാകുളത്ത് ശരിക്കും മൈലേജിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്ത സമയത്ത് സാമ്പത്തികമായിട്ട് ഒരു വർഷം കൊണ്ട് 30,000 രൂപ ഒരു കൊല്ലം കൊണ്ടാണ് കിട്ടിയത്. TC ആയത്. കാരണം ജോലിയുടെ ഒപ്പം അത്രയും ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു. കാരണം കേരള ഉത്തരവാദിത്തമായിരുന്നു, ഓരോ ജില്ലയിലായിരുന്നു നമുക്ക് ജോലി വരുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കാത്തൊരു വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ജോലി മാറ്റി ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ചെയ്ത് പിന്നെ ടാക്സി കൂടി അതിനോടൊപ്പം ഓടിച്ചുകൊണ്ട് ബിൽഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. എറണാകുളം പോലത്തെ ഒരു സിറ്റിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായിട്ട് ചെലവുകൾ കുറച്ച് കൂടുതലാണ് അവിടെ. അപ്പം അങ്ങനെയായിരുന്നു ആ സമയത്ത് ഇത് ഏറ്റെടുക്കാണ്ടായ ഒരു കാരണം. അങ്ങനെ ഏറ്റെടുത്തു. കോഴിക്കോടേക്ക് താമസം വന്നു. അങ്ങനെ
ഇവിടുന്ന് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഫുൾ ടൈം ആയിട്ട് നമ്മൾ ചെയ്തു കോഴിക്കോട്. 2018 എന്ന് പറയുന്ന ഒറ്റ വർഷക്കാലം ശരിക്കും നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു ഹാർഡ് വർക്കാണ് എടുത്തത്. കാരണം നമുക്ക് ടീം ഡെവലപ്പ് ചെയ്യണം. വലിയ ബന്ധങ്ങളൊന്നും എന്നെ സംബന്ധിച്ചില്ല. ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ 26 വയസ്സ് വരെ 3 സംസ്ഥാനങ്ങളായിട്ടാണ് കുറച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തമിഴ്നാട്ടിലുണ്ടായിരുന്നു, കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലും ഒക്കെ ആയിട്ട് കുറച്ചു കാലം ഉള്ളത് കൊണ്ട് തന്നെ നാട്ടിൽ വലിയ കണക്ഷൻ ഇല്ല. ഇനി ബന്ധുക്കൾ ഉണ്ടെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ശരി, നമ്മളങ്ങനെ അവരെ അടുത്തേക്ക് പോവാത്തത് കൊണ്ട് തന്നെ കല്യാണം, കുറ്റൂശ അതുപോലത്തെ കാര്യങ്ങൾക്കൊന്നും, നമ്മൾ വീട്ടുതാമസം അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോവാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. വളരെ ചുരുങ്ങിയ സുഹൃത്തുക്കൾ മാത്രമേ നാട്ടിലുള്ളൂ. അപ്പം അങ്ങനെ ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഉള്ള സുഹൃത്തുക്കളെ വെച്ചുകൊണ്ട് ഈ ബിസിനസ് 2, 3, 4, 5 ആൾക്കാരെ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അന്നത്തെ എന്റെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ അവരെന്ത് ചിന്തിക്കും എന്ന് എല്ലാവർക്കും തോന്നുന്ന പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. ചിന്തിക്കാൻ പാടാത്ത കാര്യമാണ്, പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഉള്ള ഒരു വ്യക്തിയെ കിട്ടി. പക്ഷെ കിട്ടിയ വ്യക്തിയുടെ കെയർ ഓഫിൽ നമ്മൾ പറയാൻ കുറെ ആളുകൾ കൊണ്ടുവന്നുകൊണ്ട് കാര്യമില്ല. കൊണ്ടുവന്ന ആളുകളെ കൃത്യമായിട്ട് നോക്കാൻ കഴിവില്ലാണ്ട് നമ്മൾ കുറെ ആളുകളെ കൊണ്ടുവന്നിട്ടുകൊണ്ട് കാര്യമില്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന ആളുകളിലൂടെ കൃത്യമായിട്ട് അവരെ കെയർ ഓഫ് വഴി നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി. നമുക്കറിയാം, എന്റെ ഇപ്പൊ ഓർഗനൈസേഷനിൽ 11,000-ഓളം അധികം ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ടെങ്കിൽ ഈ 11,000 കണക്കിന് ആളുകളെയും ലീഡർ ആക്കാൻ അല്ലെ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റും. പക്ഷെ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആളുകളെയും നിരന്തരം ട്രെയിനിങ്ങിന്റെയും പ്രോഗ്രാമിന്റെയും ഭാഗമായി നിൽക്കാത്ത ആളുകളെയും നമുക്ക് ഒന്നും ചെയ്യാൻ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന 11,000 ഐഡികൾ ഉണ്ടെങ്കിൽ 11,000 ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ്സിൽ ഒരു ലീഡർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. പക്ഷേ അത് സാഹചര്യം ഇതുകൊണ്ടാണ്. കാരണം ഒന്നെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കണം, അല്ലെങ്കിൽ സ്വന്തം ഐഡിയക്ക് പോകണം. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും പറഞ്ഞാൽ അനുസരണ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞ ഒരു കാര്യം കൃത്യമായി അനുസരിക്കാത്തവരായിരിക്കാം, പക്ഷേ സ്വന്തം ഐഡിയ ആയിട്ട് ഇല്ലാലും അങ്ങനെ ആൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കുറച്ച് ആളുകൾ പറഞ്ഞാൽ കറക്റ്റ് അനുസരിക്കുന്ന ആൾക്കാരുണ്ട്, സ്വന്തം ഐഡിയക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ബിസിനസ് തുടക്ക സമയത്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്. സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ, എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ശരിക്കും നമ്മള് ഒരു അച്ചീവ്മെന്റുകൾ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ സ്റ്റാർ റാങ്കിലൊക്കെ എത്തുന്ന സമയത്ത് ഒരു മൊബൈൽ ഫോൺ, നല്ല മൊബൈൽ ഫോൺ ഇല്ലാതെ ഈ ബിസിനസ് ആർക്കും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഐഡി പരിശോധിക്കുക, സ്വന്തമായിട്ട് ഒരു ഐഡി ക്രിയേറ്റ് ചെയ്യുക, അതിനൊക്കെ നല്ലൊരു മൊബൈൽ ഫോൺ. അതുപോലെ തന്നെ ഉസ്താദ് ഉമർ സാദ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ, റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ശരിക്കും നല്ലൊരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ ആ നല്ല മൊബൈൽ ഫോൺ ഇല്ലാത്ത ആളുകൾ അത് ടാർഗറ്റ് ചെയ്ത് ആ മൊബൈൽ ഫോണിന് വേണ്ടി കറക്റ്റ് ടൈമിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കുക. അപ്പൊ ടാബ്, ലാപ്ടോപ്പ് പോലത്തെ സംവിധാനങ്ങൾ ഒരു സമയം കഴിഞ്ഞ് നമുക്ക് ആവശ്യം വരും. അത് എപ്പോഴാണ് നമുക്ക് ആവശ്യം തോന്നുന്നൊരു സമയം, തീർച്ചയായിട്ടും അത് പർച്ചേസ് ചെയ്യുന്ന ആ സമയത്ത് തയ്യാറാവുക. ഇതൊക്കെ ശരിക്കും നമുക്ക് അച്ചീവ്മെന്റുകളുടെ സമയമാണ്. അതുപോലെ തന്നെ TC എന്ന് പറയുന്ന ഒരു റാങ്കിൽ ശരിക്കും ഒരു വാഹനം വളരെ നിർബന്ധമാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ വാഹനം നിർബന്ധമാണ്, ഒരു ബൈക്ക്, 2 വീലർ. നമുക്കില്ലെങ്കിൽ നമ്മുടെ അസോസിയേറ്റ്സിന്, അത് നമ്മുടെ അപ്ലയൻസിന് ഏതെങ്കിലും തരത്തിൽ വാഹനം ഇല്ലാതെ നമുക്ക് ഫീൽഡ് വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പം ആ റൈറ്റ് ടൈമിൽ അത്തരം അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബോധപൂർവം നമ്മൾ തയ്യാറാവുക. അപ്പൊ കാർ എടുക്കേണ്ട ഒരു സമയം, അത് കൃത്യമായിട്ട് കാർ അച്ചീവറായിട്ട് മാറാൻ തയ്യാറാവുക. അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ച് 2019 ഞാൻ ആദ്യമായിട്ട് കാർ മേടിക്കുന്നത്. സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയ സമയം കാർ മേടിച്ചു. ഒരു സെക്കൻഡ് ഓൾട്ടോ കാറാണ് 2019 മുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ 19 ഉപയോഗിച്ചു. 2021 നമ്മൾ പുതിയ വാഹനത്തിലോട്ട് മാറാനുള്ള ഭാഗ്യം ഉണ്ടായി. ശരിക്കും 2021 എന്ന് പറഞ്ഞാൽ 2020 കൊറോണയാണ്, കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച വർഷമാണ്. 2019 STC ആയി. അന്ന് മുതൽ ഇന്ന് വരെ കണ്ടിന്യൂസ് പെർഫോമൻസ് ബോണസ് അടിച്ചു പോകാൻ കഴിയുന്നുണ്ട്. STC റാങ്ക് മുതൽ ഇന്ന് STCയിലും RTCയിലും NTCയിലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോമൻസ് ബോണസ് നേടി പോകാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ വളരെയേറെ സന്തോഷം. 2019 മുതൽ ഇന്ന് മാസ വരുമാനം വാങ്ങി ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ തരത്തിൽ നമുക്ക് എല്ലാവർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരു പെർഫോമർ ആവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു അത് ഒരു റിയൽ അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും കണ്ടിന്യൂസ് പെർഫോമർ ആയിട്ട് പോകാൻ കഴിയണം. STCയിലും RTCയിലും NTCയിലും ഒക്കെ പോകാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് വലിയ ടാർഗറ്റുകളുമായിരുന്നു. അന്ന് വലിയ ടാർഗറ്റ് ആയിരുന്നു. ഇന്നത്തെ ഡബിൾ ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം മറികടന്നുകൊണ്ടാണ്. കാരണം ടാർഗറ്റുകൾ നമുക്കിപ്പോൾ പൊതുവെ പെർഫോമൻസിന്റെ ടാർഗറ്റുകളൊക്കെ കുറച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ TC ഒക്കെ സുഖമായിട്ട് പെർഫോമൻസ് അടിക്കാൻ പറ്റും. മൈൻഡ് ബ്ലോക്ക് ഒക്കെ എല്ലാവരും ഒഴിവാക്കി ചെയ്യാൻ TCക്കും ATCക്കും DTCയും ഒക്കെ പെർഫോമൻസ് അടിക്കാവുന്നതേ ഉള്ളൂ. കാരണം മൈൻഡ് ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് ഓൾറെഡി പഴയ ടാർഗറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ TCക്ക്
2 ലക്ഷം BV ഓർഗനൈസേഷൻ 1, 2 ആണെങ്കിൽ ഇന്ന് TCക്ക് 1 ലക്ഷം മാത്രമേ ഉള്ളൂ, നേർ പകുതിയാണ്. അപ്പൊ ഓരോ റാങ്കിലും അങ്ങനെ പകുതിയാക്കി കുറച്ച് തന്നിട്ടുണ്ട് ടാർഗറ്റുകൾ, തീർച്ചയായിട്ടും പെർഫോമൻസിന് വേണ്ടിയിട്ട്. അത് കമ്പനിക്ക് അങ്ങനെ ചെയ്യുന്ന നഷ്ടം കമ്പനിക്ക് അറിയാം, എങ്കിലും കമ്പനി നമുക്ക് കൂടുതൽ കിട്ടട്ടെ എന്ന രീതിയിലാണ് അത്തരം ഒരു തീരുമാനം എടുത്തത്. കഴിഞ്ഞ തവണ MTC അഡ്വൈസറി കമ്മിറ്റിയിൽ ഒരു കോള്, കമ്പനിയായിട്ട് കോൺഫറൻസ് ഉണ്ടായിരുന്നു, മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിഖിൽ ചന്ദൻ സാറുമായിട്ട് AIGയിൽ GCAയിൽ ഞാനായിരുന്നു സംസാരിച്ചത്. കാരണം ഏറ്റവും യങ്ങസ്റ്റ് അച്ചീവർ എന്ന രീതിയിൽ ഒരു കോള് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊരു ഭാഗ്യമുണ്ടായി. പക്ഷെ അങ്ങനെ ഒരു യങ്ങസ്റ്റ് അച്ചീവർ എന്നുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു, എന്ത് ചെയ്യണം, നമുക്ക് കമ്പനിയുടെ അടുത്ത കാര്യങ്ങൾ എങ്ങനെയാ, എന്തൊക്കെയാ, കമ്പനി നമ്മളോട് അഭിപ്രായം ചോദിക്കുക എന്ത് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാക്കണം, അങ്ങനെയാക്കണം, അതാക്കണം, ഇതാക്കണം, അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ്, അത് കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടണം, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ ലീഡേഴ്സ് പറയും. ഇത് പറയുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയുന്നത് കേട്ടിട്ട് കമ്പനി ഒരു കൺക്ലൂഷനിലെത്തും. ആ കൺക്ലൂഷൻ അനുസരിച്ചുള്ള മാറ്റങ്ങൾ കമ്പനി കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം എന്നോട് ചോദിച്ച പല ചോദ്യങ്ങളും അതിന് ഞാൻ കൊടുത്ത ഉത്തരങ്ങൾക്കനുസരിച്ചും അതുപോലെ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കമ്പനി കാര്യം ചെയ്തതെന്ന് കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷം. അപ്പൊ അങ്ങനെ ഒരുപാട് കമ്പനി നമ്മുടെ അഡ്വൈസറി കമ്മിറ്റി നമ്മോട് ചോദിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്, കമ്പനി ഡയറക്ടർ നമ്മളോട് ചോദിക്കുക. അതും നേരിട്ട് സൂം മീറ്റിംഗ് വിളിക്കുകയാണ്. ബോബി സാറ്, ഞാൻ വിചാരിച്ച എല്ലാ NTC ഉണ്ട്. നമുക്ക് ഒരു യങ്ങസ്റ്റ് അച്ചീവർ എന്ന രീതിയിൽ ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തർ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ കമ്പനി നമ്മുടെ അഡ്വൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. അപ്പം അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയല്ല, അത് നമുക്ക് ബുദ്ധിമുട്ടല്ല ഉണ്ടാക്കും, നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കും. അപ്പൊ ഫ്രീ പ്രൊഡക്റ്റ് ഓഫർ നമ്മൾ സാർ ഒന്നുകൂടി നീട്ടു സാർ, 1 മാസം കൊണ്ട് നീട്ടു സാർ എന്ന് പറയുമ്പോൾ യെസ് ഓക്കെ നമുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിൽ ഓഫറുകൾ തരുന്ന കാര്യങ്ങളായാലും ഇതൊക്കെ കമ്പനി നമുക്ക് വാരിക്കോരി തരുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും. പെർഫോമൻസ് ബോണസ് ആയാലും മറ്റു പല നേട്ടങ്ങൾ, പല കാര്യങ്ങളിലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാൻ മനസ്സിലാവും. കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് അഡ്വാൻറ്റേജ് പെട്ടെന്ന് തന്നെ അച്ചീവർ ആവാൻ പറ്റുന്ന തരത്തിലേക്കാണ് കമ്പനി എല്ലാ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ തരത്തില് വലിയ ഒരു മാറ്റം ഈ ബിസിനസ്സിൽ നമുക്കൊക്കെ 2019, 2020 കൊറോണ കൊണ്ടുപോയപ്പോൾ നമ്മൾ വിചാരിച്ചു കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. 2020 വർഷത്തിൽ ശരിക്കും ഈ ബിസിനസ്സിൽ ഒരു രൂപ പോലും വരുമാനമില്ലാതെ 5-8 മാസം വീണ്ടും വീട്ടിലിരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. അന്ന് തീരുമാനമായി ഈ ബിസിനസ് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയോ. അപ്പൊ അങ്ങനെ ഒരു സംശയ രീതിയിൽ നിന്ന്, പക്ഷെ പിന്നീട് ആ പ്രതികൂല സാഹചര്യത്തെയും അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റാൻ വേണ്ടി അനീഷ് സാറിന്റെ GCയുടെ ഇടപെടലാണ് തീർച്ചയായിട്ടും ഓൺലൈൻ മീറ്റിങ്ങുകൾ വന്നത്. ആദ്യ വർഷം നമ്മൾ വന്നപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഈ സൂം മീറ്റിങ്ങിനൊന്നും കൊടുത്തില്ല. 2021 കൊറോണയിലാണ് ശരിക്കും നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ്സിന് അടിപൊളി ഓൺലൈൻ മീറ്റിംഗ് വേണം എന്നൊരു കാഴ്ചപ്പാട് വെക്കുകയും അങ്ങനെ ഓൺലൈൻ മീറ്റിങ്ങുകൾ തീർച്ചയായിട്ടും ശക്തമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തത്. 2021 തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. ശരിക്കും അച്ചീവ്മെന്റ് ഏറ്റവും കൂടുതൽ നടന്ന ഒരു വർഷമാണ് 2021. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയ വർഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 2,10,000 ഞാൻ ടച്ച് ചെയ്യുന്നത് ആ വർഷത്തിലാണ്. എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു 29ാമത്തെ വയസ്സിൽ എനിക്ക് നടക്കണം, 30 വയസ്സായി പോകരുത് എന്ന്. 29ാമത്തെ വയസ്സിൽ ഈ ബിസിനസ്സിൽ 2,10,000 വാങ്ങിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോ 2,10,000 ആഴ്ച വരുമാനം കിട്ടി എന്നുള്ളത് ശരിക്കും അത് നടക്കുമെന്ന് തെളിയിച്ചതാണ്. ആ 2,10,000 എല്ലാവരും കിട്ടും എന്ന് നമ്മൾ തെളിയിച്ചു. അപ്പൊ എന്തായാലും ശരിക്കും അതിനൊക്കെ ശരിക്കും നമ്മളെക്കാളും കൂടുതൽ ടീം എടുത്ത താല്പര്യമാണ്. ടീമിന് അടിച്ചേ പറ്റുന്ന തീരുമാനത്തിൽ ടീമാണ്. അത് വളരെ രസകരമായി വളരെ നാച്ചുറൽ ആയിട്ട് അടിച്ചൊരു സീലിംഗ് അച്ചീവ്മെന്റ് ആണ്. അതേപോലെ തന്നെ അതിനുശേഷം ശരിക്കും ഇന്ന് എനിക്കൊരു എന്റെ ചെറിയൊരു വീടാണ്. എന്റെ ചെറിയ വീട് എന്ന് പറഞ്ഞാൽ എന്റെ പുയിൽത്താഴത്ത്, കുന്നമംഗലത്ത് പുയിൽത്താഴത്ത് എന്റെ അച്ഛന്റെ വീട് അവിടെയാണ്. അമ്മയുടെ വീട് പടനിലത്ത് കളരിക്കണ്ടി ഭാഗത്താണ് അമ്മയുടെ വീട്. അപ്പം അമ്മയുടെ വീട് പിന്നെ അവിടെ ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ, ചെറിയൊരു ഷെഡായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മാവന് പണിത ഒരു ചെറിയൊരു ഷെഡ്, അതിലായിരുന്നു ഞങ്ങൾ കുറച്ചു കാലം താമസിക്കും തോന്നുന്നു. ഞാൻ ഈ ബിസിനസ് വരുന്ന സമയത്ത് താമസിച്ചത് ഒരൊറ്റ മുറി വീട്ടില് ചെറിയ ഷെഡിൽ. അത് സാഹചര്യം വേറെ, എനിക്ക് വേറെയും വീടുണ്ട്. കാരണം അച്ഛന്റെ വീടിന്റെ ചെറിയൊരു വീട് പോയി താഴത്തുണ്ട്. പക്ഷെ ആ വീട്ടിൽ ഒരുപാട് ദുരിതങ്ങൾ നിറഞ്ഞൊരു വീടാണെന്നൊരു തോന്നൽ നമ്മൾ പറയാറുണ്ട് ചില സമയത്ത്. ആ വീട് ഒരു ഐശ്വര്യമില്ലാത്തൊരു വീടാണ്, അല്ല ആ വീട്ടിൽ നിന്നിട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ പറയുന്ന അന്ധവിശ്വാസങ്ങളൊക്കെ എടുക്കാറുണ്ട് ചില ആൾക്കാർ. വീടിന്റെ കുറ്റം പറയും. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ ഒരു അന്ധവിശ്വാസിയായി മാറി. കാരണം അനുഭവം കൊണ്ടാണ്. അവിടെ നിൽക്കുമ്പോൾ മാത്രം പ്രശ്നവും മാറി നിൽക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നല്. അപ്പൊ ഞാൻ വിചാരിച്ചത് മാറി നിന്നേക്കാം. സത്യം പറഞ്ഞാൽ അങ്ങനെ വീട് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് വാടക വീടെന്നും പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലൊക്കെ വാടകയൊക്കെ താമസിച്ചു. അവസാനം വീണ്ടും എനിക്ക് കാര്യം മനസ്സിലായതൊക്കെ വിശുദ്ധ മണ്ടത്തരമാണ്. കാരണം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ശരിക്കും നമുക്കത് അങ്ങോട്ട് അവിടെ നിൽക്കാം. കാരണം നമ്മുടെ വിശ്വാസം എന്താണോ നടക്കും. വിശ്വാസം നിർബന്ധമാണ്. ഇപ്പൊ പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ചർച്ചിൽ പോകണം പ്രാർത്ഥിക്കണം. അത് അമ്പലത്തിലല്ലേ, ദൈവത്തിൽ വിശ്വാസം വേണം. എന്നാൽ അന്ധവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാണ്, കാരണം അതുള്ള ആൾക്കാർ പക്ഷെ എന്നെ കേൾക്കുന്നുണ്ടാവാം.
പക്ഷെ ഞാനത് പറയുന്നത് നമ്മുടെ വിശ്വാസം എന്താണോ അത് പോസിറ്റീവായിട്ടുള്ള വിശ്വാസമാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്നാണ് എന്റെ ഒരു ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം. നമ്മൾ പറയാണ് ആ വീട് മോശമാണെന്ന് പറഞ്ഞാൽ കൺഫേം ആണ്, മോശമാണ്. കാരണം മോശമാണ് എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് മോശം തന്നെയാണ്. ഒരു തരത്തിലും അത് ഗതി പിടിക്കൂല, ഒരു തരത്തിലും രക്ഷപ്പെടില്ല, ഒരു തരത്തിലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുക. നമ്മൾ വിശ്വാസം എങ്ങനെയാണ്? നമ്മൾ പോകാറുണ്ട്, വഴിയിൽ നടന്നു പോകുന്ന സമയത്ത് ഒരു മൈനെ കണ്ടു. മൈനെ കാണുമ്പോൾ പറയാണ് ഒരു മൈനെ കണ്ട ദുഃഖമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ കൺഫേം ആണ്, ആ ദുഃഖം തന്നെയാണ്. 2 മൈനെ കണ്ടാൽ സന്തോഷമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ ഉറപ്പാണ് 2 മൈനെ കണ്ട സന്തോഷമാണ്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് അതേപോലെ സംഭവിച്ചിരിക്കും. എനിക്ക് അനുഭവം ഉണ്ടായി. ഞാനിങ്ങനെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോട്ടേക്ക്. അപ്പോ എന്റെ അമ്മ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോ പെട്ടെന്ന് ഒരു കറുത്ത പൂച്ച വണ്ടിക്ക് കുറുകെ ചാടി. അപ്പോ അമ്മ പറഞ്ഞു, അയ്യോ മോനെ, അപകടമാണ്, ഇനി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് നിർത്തിയിട്ട് പോകാം നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മേനെ വിശ്വാസം മാറ്റണമല്ലോ. അമ്മേനെ വിശ്വാസം മാറ്റാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു, അമ്മേ പിന്നെ ഈ പൂച്ച വലത്തുനിന്ന് ഇടത്തോട്ട് ചാടിയാല് പിന്നെ പ്രശ്നമില്ല, അല്ലെങ്കിൽ എന്നൊരു കാര്യം പറഞ്ഞേ, പൂച്ചേനെ വലത്തുനിന്ന് ഇടത്തോട്ടല്ലേ ചാടി, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട്. അമ്മേന്റെ വിശ്വാസം. അമ്മ വിചാരിക്കും ഞാൻ ഈ ബിസിനസ്സിനൊക്കെ പോണല്ലേ, നല്ല അറിവുണ്ടാവും, എന്നാ ആയിക്കോട്ടെ, എന്നാ ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് വിശ്വാസം മാറി. അമ്മ മനസ്സിലായി ഒരു കുഴപ്പമില്ല, ദൈവം സഹായിച്ച് അന്ന് പോയ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നു എന്നുള്ളതാണ് എന്റെ ഒരു അനുഭവം. നിങ്ങൾക്കും വേണേൽ വിശ്വസിച്ചോ, പക്ഷെ 100% അയക്കണം. എന്തൊരു വിശ്വാസം ചെയ്യുമ്പോൾ ഇടയിൽ പഠിച്ചത് എന്തേലും പറ്റുമോ എന്ന് ചെറിയൊരു സംശയം വന്നാൽ പോലും തർക്കം വേണ്ട, അപകടം സംഭവിച്ചിരിക്കും. അപ്പോ അങ്ങനെ പോയി. അങ്ങനെ അടുത്തോടെ ഇതേ ഒരു അനുഭവിക്ക് വേറെ ഉണ്ടായി. ഇതേ ഒരു അനുഭവം ഞാൻ എന്റെ പ്രകാശേട്ടൻ, നല്ലൊരു ഹിന്ദുവാണ് അദ്ദേഹം, നല്ല വിശ്വാസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു. കാരണം അവരും പറഞ്ഞതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹം, എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്, ഒരു തവണ ഞങ്ങൾ കാസർഗോഡ് പോകുന്ന സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വലത്തുനിന്ന് ഇടത്തോട്ട് ചാടിയ കുഴപ്പമില്ല അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞാലേ ഇച്ചിരി പുള്ളിക്കാരൻ വിശ്വസിച്ചു. എന്നാ പിന്നെ അങ്ങനെ ഉണ്ടാവും, എന്റെ ശ്രദ്ധപ്പെടാത്ത കാര്യമായിരിക്കും. അങ്ങനെ പുള്ളിക്കാരൻ അതങ്ങ് വിശ്വസിച്ച് ആ പോയ പോക്കും വളരെ സന്തോഷമായി. അപ്പൊ അതങ്ങനെയാണെങ്കിൽ വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറയുകയാണ്, ആണുങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ച് ജീവിതകാലം മുഴുവൻ ആരെങ്കിലുമൊക്കെ പേടിച്ചാ ജീവിക്കുക. കുട്ടിക്കാലത്ത് അച്ഛനെ പേടിച്ച്, വലുതാവുമ്പോൾ ഭർത്താവിനെ പേടിച്ച്, അതിനും വലുതായാൽ, അതിനേക്കാളും വലുതായാൽ കുട്ടികളെ പേടിച്ച്. അപ്പൊ ഒരു സ്ത്രീ എപ്പോഴും നല്ല പേടിയോട് കൂടി ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് നല്ല ഭയമുണ്ട് ജീവിതത്തിൽ, അവർ ശ്രദ്ധിച്ചും. അതുകൊണ്ട് നല്ല സ്ത്രീകൾ എപ്പോഴും അല്ലെ, അവരെല്ലാം അച്ചടക്കവും എന്താ പറയാ, ഒരു കാര്യം ഏറ്റെടുത്താൽ വിജയിപ്പിക്കുന്നതിനോ കാരണം നമുക്കറിയുന്ന ഡയറക്ട് സെല്ലിംഗ് തന്നെ സ്ത്രീകൾ മുന്നേറാനുള്ള കാരണമൊക്കെ പ്രധാനമായിട്ടും അതൊക്കെ തന്നെയാണ്. എന്നാൽ പുരുഷന്മാരുടെ സ്വഭാവമുണ്ട്. 18 വയസ്സ് കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയില്ല. വാപ്പയാണോ വലുത്, ഞാനാണോ വലുത്, അത് ഞാനാണോ അച്ഛനാണോ വലുത്, ഈ തരത്തിലുള്ള ചിന്താഗതി, അച്ഛനോ മോനോ എന്നൊരു ചിന്താഗതി സ്വാഭാവികമായിട്ടും വരും. അവിടെ ഒരാളെയും പേടിയില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയാം, എനിക്ക് ഒരാളെയും പേടിയില്ല, ഒരാളെയും പേടിയില്ല. ആര് വന്നാലും ഞാൻ നേരത്തെ നിൽക്കും. അപ്പൊ അവിടെ എനിക്ക് ഇതില്ലെങ്കിലോ, വിശ്വാസം, പേടിയില്ലെങ്കിൽ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരു തർക്കവും വേണ്ട, തെറ്റുകൾ ചെയ്യാൻ വേറെ എങ്ങോട്ടും പോകണ്ട. അപ്പൊ നമുക്കൊരു പേടി അവിടെ, അങ്ങനെ ഒരാളുണ്ട് അവിടെ എന്ന് വിശ്വാസം ദൈവത്തിൽ നന്നായിട്ട് വേണം. ലീഡേഴ്സ് പറയുന്നത് പോലെ കൂട്ടപ്രാർത്ഥനയും ലോകത്ത് വലിയ റിസൾട്ട് ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ ആഴ്ചയിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ ദിവസം ഏറ്റവും കൂടുതൽ ആൾക്കാർ അമ്പലത്തിലുണ്ടാകുന്ന ദിവസം ഞായറാഴ്ച ആണെങ്കിൽ എല്ലാ ഞായറാഴ്ച അമ്പലത്തിൽ പോകണം. അല്ലെങ്കിൽ മറ്റേതോ ദിവസങ്ങളാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലും പോകണം. കൂട്ടപ്രാർത്ഥനയ്ക്ക് നിർബന്ധമാണ്. ഇപ്പൊ മുസ്ലിംസ് ആണെങ്കിൽ തീർച്ചയായിട്ടും, അവർ ഇസ്ലാം വിശ്വാസികളാണ്, തീർച്ചയായിട്ടും നിസ്കാരം അത് മുടക്കാതെ കൊണ്ടുപോകണം. ഒരു കാരണവശാലും പള്ളിയിൽ പോകുന്ന കാര്യം ഒരു മുടക്കാൻ പാടില്ല. അതേപോലെ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഈ പറഞ്ഞ തന്നെ കുർബാന എന്റെ ഞായറാഴ്ചത്തെ അതിൽ കൂടിയിരിക്കണം, പ്രാർത്ഥനയിൽ കൂടിയിരിക്കണം. അപ്പൊ കൂട്ടപ്രാർത്ഥനയും അത് വിശ്വാസം നിർബന്ധമാണ്. നേരെ മറിച്ച് വിശ്വാസം കുറച്ച് എന്ത് ദൈവം എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു വിശ്വാസക്കുറവ് ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ വിശ്വാസമല്ല, വലിയ വിശ്വാസമല്ല, തീരെ വിശ്വസിക്കരുത്. എന്ത് ദൈവമൊന്നും ഇല്ലാന്ന് ഉറപ്പാ, എന്ത് ദൈവം എന്നൊരു സംഭവം ഇല്ല എന്നങ്ങ് ഉറച്ചു തീരുമാനിക്കാൻ പറ്റുന്നവർ മാത്രമേ വിശ്വാസി അല്ലാതെ നിൽക്കണ്ടുള്ളൂ. അതിനിടയിൽ ചെറിയൊരു പേടി, പഠിച്ചോനെങ്ങനെ ഉണ്ടോ എന്നങ്ങാ ചെറിയൊരു പേടിച്ചോന്റെ കാര്യം എടുക്കാണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നുണ്ടോ, അത് 100% ബ്ലൈൻഡ് ബിലീഫ്, വിശ്വാസം ഉണ്ടായിരിക്കുള്ളൂ. അപ്പം ഈ തരത്തിൽ നമ്മുടെ വിശ്വാസത്തിന് ഒരു അപാര പവർ ഉണ്ട്. അപ്പൊ ഈ തരത്തിൽ ഒരു വിശ്വാസിയാണ് ഞാനും. അപ്പോ ഈ ബിസിനസ്സിൽ STC റാങ്ക് കഴിഞ്ഞ് RTC 2,10,000 അത് കഴിഞ്ഞ് കാറച്ചിവറായി നേരെ എനിക്കിന്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്റെ തറവാട് വീട് വൃത്തിയാക്കണം. ദൈവം സഹായിച്ച് ആ തറവാട് വീട് ഇന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത വീട് എന്ന് പറഞ്ഞ ആ വീട് തീർച്ചയായിട്ടും അത് ഞാൻ വിശ്വസിച്ച് ഒരു കുഴപ്പമില്ലപ്പാ എന്നും പറഞ്ഞ സമയത്ത് ഇന്ന് ആ വീട് നന്നാക്കി ഇന്ന് അതില്ലാണ് വളരെ സന്തോഷമായിട്ട് ആ കുടുംബം മുന്നോട്ട് പോകണം. ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇന്ന് മൈ ലൈഫ് ഞാൻ ചെയ്യാൻ കാരണം
അതൊന്നും ഞാൻ അന്നേരം എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. എനിക്ക് ആ വിശ്വാസം കയറിയ സമയത്ത് തലയിൽ കയറി എനിക്ക് അതൊന്നും ഓർമ്മ ഉണ്ടായില്ല. എനിക്ക് മൈലേജ് ചെയ്യാൻ സമയത്ത് 5 പൈസ കയ്യില്ലാത്തൊരു സമയത്ത് എന്റെ ആ വീടിന്റെ, ഞാൻ കുരുത്തമില്ല എന്ന് പറയുന്ന എന്റെ വീടിന്റെ മുറ്റത്തേക്കാണ് 5000 രൂപയുടെ എന്റെ അമ്മമ്മ ചെയ്ത ഒരു LIC പൈസ വന്നിട്ടാണ്. ഭാഗ്യവശാൽ എന്ന് പറയാം. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അങ്ങനെ പൈസ. സത്യം പറയാം, എന്റെ മൈ ലൈഫിന്റെ മദർ കമ്പനിന്റെ മൂലധനം എന്താന്ന് വെച്ചാൽ അത് LIC പോളിസി, എന്റെ അമ്മ ചെയ്ത പോളിസിയാണ്. ആ പോളിസി അമ്മേന്റെ അമ്മ ചെയ്തൊരു പോളിസി വന്ന് അതിന്റെ ഡേറ്റ് കഴിഞ്ഞപ്പോൾ ആ പൈസ വന്നപ്പോ അമ്മ പറഞ്ഞു, നീ ആ പൈസ എടുത്തങ്ങ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അതാണ് എന്റെ മൂലധനം. സത്യം പറഞ്ഞ ആ വന്നതും നേട്ടങ്ങൾ ഉണ്ടായതും ആ വീട്ടിൽ നിന്നാണ്. എനിക്ക് 2006 ഒരു സ്റ്റേറ്റ് അവാർഡ്, ബെസ്റ്റ് ആക്ടർ അവാർഡ്, കേരള അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ. അപ്പൊ കേരളത്തിൽ ഈ ഒരു അവാർഡ് കിട്ടിയ സമയത്ത്, സബ് ജില്ലാ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് അത് കിട്ടിയതും അവ കിട്ടതാണ്. പിന്നെ ഞാൻ ആലോചിച്ചു, അതൊക്കെ ഇവിടെ നിന്നല്ലേ കിട്ടിയത്. പിന്നെ ദുഃഖത്തെ കുറിച്ച് മാത്രം ഞാൻ ഇതിനെ ചിന്തിക്കുന്നത്, അതിനുള്ള സന്തോഷമല്ലേ. അപ്പൊ പോസിറ്റീവ് കാണാനുള്ള കണ്ണ് മൈ ലൈഫിൽ വന്നതോട് കൂടിയാണ് എന്റെ വീടിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് പണം മാത്രമല്ല മൈ ലൈഫിൽ കിട്ടുന്നത്. ഒരുപാട് ആറ്റിറ്റ്യൂഡുകൾ, ഒരുപാട് സ്വഭാവങ്ങൾ, രീതികളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും, നല്ലൊരു വ്യക്തിത്വമാക്കി മാറ്റാൻ തീർച്ചയായിട്ടും മൈ ലൈഫ് സ്റ്റൈലിന് പറ്റും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, മൈ ലൈഫിൽ വരുന്നതിന് മുൻപേ ഉള്ള എന്റെ സിറ്റുവേഷൻ, വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ്. കാരണം എനിക്ക് എന്റെ ചെറിയ പ്രായത്തിൽ അമ്മ വീട്ടു ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കുന്ന സിറ്റുവേഷൻ. കാരണം അച്ഛന്റെ സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹം നമ്മൾ ഒരു വയസ്സിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയെങ്കിലും അമ്മ ഉറച്ചു തീരുമാനിച്ചു, എന്നെ കല്യാണം കഴിച്ചത് ഈ വീട്ടിലേക്കാണ്, ഞാൻ ഇവിടെ നിൽക്കും എന്ന തീരുമാനം അമ്മ എടുത്തോടു കൂടി ഞങ്ങളൊക്കെ അച്ഛന്റെ വീട്ടിൽ തന്നെയായി. അങ്ങനെ അച്ഛന്റെ വീട്ടിൽ ഉറച്ചു നിന്ന സമയത്താണ് അമ്മാവന്മാരെല്ലാവരും കൂടി അമ്മയുടെ ആ ഒരു ചെറിയ സ്ഥലത്ത് അവിടെ ഒരു ചെറിയ ഷെഡ് വീടുണ്ടായി കൊടുത്ത് അതിലായിരുന്നു താമസം. അങ്ങനെ പഠന ജീവിതം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീട് വെക്കാൻ ആഗ്രഹിച്ചപ്പോ അമ്മ പഞ്ചായത്ത് പൈസ പാസ്സായി ഒരു പണി തീരാത്ത വീട്ടിലായിരുന്നു. പിന്നീട് എന്റെ +2 പഠനം വരെ. ഞാൻ +2 പഠിക്കുമ്പോഴാണ് എന്റെ പെങ്ങളെ വിവാഹം വന്ന സമയത്ത് അമ്മയ്ക്ക് അമ്മയുടെ വീടും സ്ഥലം വിൽക്കല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. വിൽക്കാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ ചെറിയ രീതിയിൽ എനിക്കും ടെൻഷനായി. അമ്മനെ സഹായിക്കണം. നോക്കുമ്പോൾ ഞങ്ങൾക്ക് വീടുമില്ല, അച്ഛൻ നോക്കുന്നില്ല. അമ്മ കുട്ടിക്കാലം മുതൽ പറയുന്നത് അച്ഛൻ നോക്കുന്നില്ല, അച്ഛൻ അയാളെങ്ങനെ ആക്കി, അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, കഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് അവരുടെ വിഷമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഡെയിലി രാവിലെ കേട്ടോണ്ടിരിക്കുന്ന എനിക്ക് ഇഞ്ചക്ഷൻ തരുന്നത് പോലെ ഡെയിലി ആ നെഗറ്റീവ് ഞാനിങ്ങനെ കേട്ട് അച്ഛനോട് വല്ലാത്ത ദേഷ്യം വന്നു തുടങ്ങി. അച്ഛനോട് ദേഷ്യം വന്നു തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് എന്റെ രീതി മാറി. അച്ഛന്റെ വീട് ഞാൻ തന്നെ കയ്യേറി, ഞാൻ തന്നെ അവിടേക്ക് ആരും പോകരുത്, അവിടെ നിൽക്കരുത്, ആ ചുറ്റുവട്ടം ആരും പോകരുത്, അവിടെ പോയ പോലെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞ അമ്മ പേടിപ്പിച്ച് വെച്ചിട്ടായിരുന്നു. ആ പേടിയെ മറികടന്ന് ആ വീടൊക്കെ ചവിട്ടി പൊളിച്ച് ചെയ്യും. ഞാനിങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒക്കെ അങ്ങോട്ട് ഇടപെട്ട് ഞാൻ ആ വീട് അങ്ങ് വൃത്തിയാക്കി. കാരണം ആ സിറ്റുവേഷൻ എന്റെ വീട് വിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം ആ വീട് വിറ്റാലാണ് പെങ്ങളെ കല്യാണം കഴിക്കുക. പെങ്ങളെ കല്യാണം കഴിച്ച് സക്സസ്, ആ കല്യാണവും സക്സസ് ആയിട്ടില്ല. വീണ്ടും ടെൻഷൻ കൂടാൻ വേറെ എവിടെയും പോകണം. അത്രയും കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത് കല്യാണം സക്സസ് അല്ല. അങ്ങനെയൊക്കെയുള്ള ഓരോ സാഹചര്യങ്ങൾ വന്ന സമയത്ത് വീണ്ടും അത് പ്രഷർ പിന്നെയും കൂടി. അതുമായി ബന്ധപ്പെട്ട കുറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പൊ നാട്ടിൽ പോയി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇത് വഴിവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോണത്. നമ്മൾ പോണ നേർവഴിയൊന്നുമല്ല, വഴിയൊക്കെ മാറുക. നമ്മൾ ജീവിതം താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോകുന്നത് എനിക്കിങ്ങനെ മുന്നിൽ കാണാം. ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നാട് വിട്ടു പോയെന്നൊരു പോക്കാണ്. ഞാൻ സെക്കൻഡ് മാരേജ് കഴിയുന്നു. അങ്ങനെ ഞങ്ങള് ഈ വീട്ടിൽ നിൽക്കേണ്ട, വീട്ടിൽ നിന്നിട്ടാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്ത് മറ്റൊരു വീട്ടിലോട്ട് താമസം മാറുന്നു. ആ ഒരു ചെറിയൊരു ഷെഡ്. അപ്പൊ 26-ാമത്തെ വയസ്സിൽ എന്റെ താമസം ഒറ്റമുറി വീട്ടിലാണ്. ഒറ്റമുറി വീട്ടിൽ പഠനത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പെങ്ങളും ഭർത്താവും ഉണ്ട്. ഭർത്താവ് സിറ്റ് ഔട്ട് കിടക്കുന്നു. എനിക്ക് കട്ടിൽ കിടക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അമ്മ എന്നെ കട്ടിൽ കിടത്തും. അവരുടെ ഭർത്താവ് പിന്നെ സിറ്റ് ഔട്ട് കിടക്കും. അമ്മയും പെങ്ങളും അകത്ത് കിടക്കും. ഇത് കുറെ കാലം കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. ഞാൻ പറഞ്ഞു, ഇതൊന്നും നടക്കൂല അമ്മേ പരിപാടി. ഒരു കാര്യം, അവരങ്ങ് ജീവിച്ചോട്ടെ. ഒരു ഭാര്യയും ഭർത്താവ് ഒരു കുടുംബമായിട്ട് ജീവിക്കട്ടെ, ഒരു കൊക്കൽ ജീവിക്കട്ടെ. ഒരിടത്ത് കിടമ്പ് പോകാം. എനിക്ക് അച്ഛൻ വേറെ എവിടെയെങ്കിലും പോകണം. എനിക്കിങ്ങനെ ഇവിടെ നിന്നൊരു കാര്യമില്ല. എന്റെ മനസ്സ് ഓൾറെഡി വലുതായി കിടക്കുക. എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. 26 വയസ്സ് വരെ അമ്മേന്റെ ചെലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അമ്മേന്റെ ചെലവിൽ 26 വയസ്സൊക്കെ ജീവിക്കുമ്പോൾ ഭയങ്കര മാനസിക വിഷമമാണ്. അമ്മയോട് അമ്മ 200 എന്ന് പറയുമ്പോൾ എനിക്കും വിഷമം. അമ്മ പണിക്കൂ. അമ്മ അന്നേരം പോവാണ് പിന്നെ മറ്റേ പൊടിയുടെ മില്ലിലൊക്കെ പണിക്ക് പോവാണ്, പൊടി മില്ലില്. ഇങ്ങനെ കുറ്റബോധം കൂടി ഞാൻ അറിയാണ്. ഞാനിങ്ങനെ വലിയ ആള് കരുത്തനായി വരിക. ഞാൻ ആ കച്ചറി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുക. അപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ട്. എനിക്ക് ഇങ്ങനെ മാനസികമായിട്ട് ഞാൻ ആകെ തകർന്ന് എന്ത് ചെയ്യും. ഗൾഫിൽ പോയാലോ പാസ്പോർട്ട് എടുക്കുക, അവിടുന്ന് നാട് വിട്ട് പോവാ എന്ന് വിചാരിച്ച് പാസ്പോർട്ടൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് ഏട്ടന് ഞാനും കൂടി റെഡിയായി ഒരുമിച്ച് പോകാന്നൊക്കെ പറഞ്ഞ് റെഡിയായി നിന്ന സമയത്ത് ഏട്ടന് വിസ ഓക്കെ ആയി, എനിക്ക് ഓക്കെ ആയില്ല. ഞാൻ ആ എല്ലാം ഓപ്പൺ തുറന്നു പറഞ്ഞ സ്വഭാവമുള്ള ആളാ. ഞാൻ എല്ലാവരും പറഞ്ഞു പോയി, ഞാൻ ദുബായി പോവാന്ന് പറഞ്ഞു. അതങ്ങനെ പറയാൻ പാടില്ല എന്ന കാര്യം എനിക്ക് ഓർമ്മയില്ല. ഞാൻ എല്ലാവരോടും പോയി പറഞ്ഞു ഞാൻ പോവാന്ന്. അത് പറഞ്ഞോടുകൂടി ആ പോകാനുമായി പറ്റിയില്ല. ഏട്ടൻ പോവുകയും ചെയ്ത്. ഏട്ടൻ പോയിട്ട് വിസ അയച്ചിടാന്ന് പറഞ്ഞിട്ട് എനിക്ക് അതും കിട്ടിയില്ല. അവസാനം ഞാൻ മോശമല്ല, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ അങ്ങനെ അമ്മ പറഞ്ഞപ്പോൾ എറണാകുളത്തോട്ട് താമസം മാറാം. നേരെ എറണാകുളത്തേക്ക് താമസം.
മാറാന്ന് പറഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് ഞാനൊരു ഓൺലൈനിൽ ഡ്രൈവർ വേക്കൻസി, ലോറി ഡ്രൈവറായിട്ട് എറണാകുളത്ത് ആദ്യമായിട്ട് ജോലി തുടങ്ങി. കാരണം അത്യാവശ്യം ശമ്പളം കിട്ടുന്ന ഡ്രൈവർക്കേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്, അങ്ങനെ കുറച്ച് റിസ്ക് ഉള്ള പണിയൊക്കെ എടുക്കാൻ തയ്യാറായി എറണാകുളത്ത്. അങ്ങനെയാണ് അവിടെ തുടങ്ങി, അവിടെ മാർക്കറ്റിംഗ് ഹെഡായി. ചെയ്യുന്ന ജോലിയിലൊക്കെ ഒരു സ്ഥാനക്കയറ്റം എനിക്ക് ഫീൽ ചെയ്തത്. എപ്പോഴും ചെയ്യുന്ന ജോലിയിലൊക്കെ ഒരു സ്ഥാനക്കയറ്റം. ഞാൻ ആദ്യമായിട്ടും മൈലൈഫിന് മദർ കമ്പനി വിട്ടതിന് ശേഷം ആദ്യമായി വർക്ക് ചെയ്ത് ഐഡിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഐഡിയയിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് അവിടെ ചെറിയൊരു പ്രീപെയ്ഡ് മാത്രം വിറ്റുകൊണ്ടിരുന്ന ഞാൻ മുക്കം ഷോറൂമിന്റെ മാനേജറായിട്ട് മാറി. അവിടുന്ന് ഞാൻ കമ്പനിയുടെ ഡയറക്ടർ സെയിൽസ് അംഗമായിട്ട് മാറി. അപ്പൊ എന്റെ വിദ്യാഭ്യാസം വെച്ചിരിക്കും മാക്സിമം ടി എൽ ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ വരെ ഞാൻ കമ്പനിയുടെ ഐഡിയയിൽ പുതിയ ഓഫീസിൽ സ്റ്റാഫായി. അപ്പൊ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും, അതുപോലെ ബാംഗ്ലൂരിൽ ഞങ്ങൾ ഹോട്ടലിൽ വർക്ക് ചെയ്തു, അവിടെ ഒരു ബില്ലിംഗിലായിരുന്നു. പിന്നെ റെസ്റ്റോറന്റ് മാനേജറായിട്ട് ഉത്തരവാദിത്തം കിട്ടി. അപ്പൊ എല്ലാ ജോലിയിലും സ്ഥാനക്കയറ്റം ഫീൽ ചെയ്ത ഒരു കാര്യം മനസ്സിലായി. ധനീഷ് സാർ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥാനക്കയറ്റം നിനക്ക് ജോലി കിട്ടുന്നത് കാരണം മൈ ലൈഫിൽ വളരെ ചെറിയ പ്രായത്തിൽ ചെയ്തു, ആൾക്കാരോട് സംസാരിക്കാൻ പഠിച്ചു, പെരുമാറാൻ പഠിച്ചു, ഇതുകൊണ്ട് തന്നെയാണ്. അതെനിക്കത് മനസ്സിലായില്ല. പിന്നെ എനിക്ക് ഇദ്ദേഹം കൺവിൻസ് ചെയ്തപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, സംഭവം ശരിയാണ്. അന്നേരം മൈ ലൈഫ് വരാൻ തുടങ്ങാൻ കണ്ണുറക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ശരിക്കും പിന്നെ കല്യാണം മുമ്പിൽ വന്നിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ വലിയ ആഗ്രഹം. കാരണം അമ്മയുടെ ലൈഫും പെങ്ങളുടെ ലൈഫും ഒന്നും സക്സസ് അല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് വലിയൊരു ആഗ്രഹം, എനിക്ക് നല്ലൊരു കുടുംബ ജീവിതം വേണം എന്ന് സ്വപ്നമുണ്ട്. പക്ഷെ അതിന് നോക്കുമ്പോൾ പണം തടസ്സമാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൈ ലൈഫ് തുടങ്ങണം. പണം തടസ്സമാവാൻ പാടില്ല. കാരണം പണമാണ് ഏറ്റവും കൂടുതൽ കുടുംബ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ. പണമില്ലാത്തതിന്റെ പേരിലാണ് ഭൂരിഭാഗം 90% കുടുംബ ജീവിതത്തിൽ പ്രശ്നം കിടക്കുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങൾ ഉണ്ടാവരുന്നത് പണം നിർബന്ധമാണ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ. അപ്പൊ അതങ്ങനെയാണ് മൈ ലൈഫ് സ്റ്റൈലിലേക്ക് കാലെത്തുന്നത്. അതിന് മൈ ലൈഫിലെ പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയതാണ്, പിന്നെ ഫുൾ ടൈം ലെവലിലേക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി. അങ്ങനെ 2021, 2022, 2023 കാലങ്ങളായിട്ട് RTC NTC ഒക്കെ ആയിട്ട് വളരെ വേഗത്തിലായിരുന്നു NTC. ഇത് കുറച്ച് മാസങ്ങൾ കൂടിയുള്ളൂ RTC CTC എന്ന് പറയുന്ന റാങ്കിലോട്ട് CTC കോർഡിനേറ്റർ ടീം കോർഡിനേറ്ററിലേക്ക് ടച്ചിൽ നിൽക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ എന്തായാലും ഈ തരത്തിലേക്ക് ഇന്നിപ്പോ ഔട്ട് സ്റ്റേഷൻ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്തു. ഇന്ന് കേരളത്തിൽ 14 ജില്ലകളിലും നമുക്ക് ടീം ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കണക്കെടുത്ത സമയത്ത് മനസ്സിലായി. എല്ലാ ഇടുക്കി അടക്കം എല്ലാ ജില്ലകളിലും ഐഡികളുണ്ട്. എന്നാൽ ഇന്ന് ശക്തമായ ടീം കാസർഗോഡ് നല്ലൊരു ടീം കോർഡിനേറ്റർ വരെയായി, ഏരിയ ടീം കോർഡിനേറ്റർ ടച്ചിങ് വരെ അവിടെ ടീം എത്തി. അതുപോലെ തിരുവനന്തപുരത്ത് TC കഴിഞ്ഞ് ATCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലീഡർമാർ വരെ എത്തിക്കഴിഞ്ഞു. പാലക്കാട്ട് ഇന്ന് വലിയൊരു ടീം, ശക്തമായ ടീം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മലപ്പുറത്ത് ഇപ്പോൾ നല്ലൊരു ശക്തമായ ടീം എല്ലാ ഓർഗനൈസേഷനും ഉണ്ട്. പക്ഷെ കൂട്ടി യോജിപ്പിച്ചിട്ടില്ല. 3-ാം തീയതി GTS മലപ്പുറം പങ്കെടുത്തുകൊണ്ട് ശക്തമായ ഒരു ടീം മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കാനുള്ള തീരുമാനത്തിൽ ഓൾറെഡി ഉണ്ട്. അതൊന്ന് കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് ബുധനാഴ്ച ശക്തമായ 3-ാം തീയതി മുതൽ വരാനുള്ള തീരുമാനത്തിലാണ്. അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ടീമിൽ കൽക്കട്ട, ഉത്തർപ്രദേശ്, ഡൽഹിയിൽ ഇപ്പോൾ നല്ലൊരു ടീം സെറ്റായി വരുന്നു. ഡൽഹിയിൽ ഒരു പോലീസ് ഓഫീസറാണ്. അവർ ശക്തമായ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അവർ റിട്ടയർമെന്റ് കഴിഞ്ഞ ശേഷം ശക്തമായിട്ട് നമ്മളോടൊപ്പം ശക്തമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ കൽക്കട്ടയിലും ഉത്തർപ്രദേശിലും ഇന്നിപ്പോ ഐഡികള് ബ്രോൺസും സിൽവറും സ്റ്റാറും ഒക്കെ ചെറിയ റാങ്കുകളായി തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഇന്ത്യയിൽ എന്റെ ഒരു ആഗ്രഹം ഓൾ ഇന്ത്യ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ട ശക്തമായ പ്ലാനിങ് ഓൾറെഡി കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം സ്റ്റാർട്ടായി. കോഴിക്കോട് ജില്ലയിൽ മാത്രം പ്ലാൻ കൊടുക്കാതെ ഇനി അതർ ജില്ലയിലും സ്റ്റേറ്റിലേക്കും മാത്രം ഡേറ്റ് കൊടുക്കുന്ന ലെവലിലേക്ക് വർക്ക് മാറി. അപ്പോൾ പിന്നെ നോർത്ത് ഇന്ത്യയിൽ പ്രബീഷ് സാർ, നമുക്ക് താടിയുള്ള പരിചയം, താടിയുള്ള പ്രബീഷ് സാറും ഞാനും പ്രകാശൻ സാർ, എക്സ് മിലിറ്ററി പ്രകാശ് സാറുമാണ് നോർത്ത് ഇന്ത്യൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് അടുത്തൊരു ഓപ്പറേഷൻ മുമ്പിൽ ഇപ്പം ഉണ്ട്, നിലവിൽ നിൽക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതിനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ടീമിലോട്ട് ആണോടുകൂടി തീർച്ചയായിട്ടും അത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. ദുബായ് പോലത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നടക്കും. നിങ്ങളും ഇതുപോലെ ആഗ്രഹിക്കണം. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എനിക്ക് വേണം, കേരളത്തിൽ എല്ലാ ജില്ലകളിലും എനിക്ക് ബിസിനസ് വേണം. നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് ഒതുങ്ങിക്കൂടുന്ന ബിസിനസ് അല്ല ഇത്. ആ ലെവലിൽ നിങ്ങൾ ചിന്തിക്കാനും മാറാനും തയ്യാറാണ്. മൈലേഷ്യയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റാങ്ക്, എന്റെ സ്വപ്നം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. മൈലേഷ്യ ഏറ്റവും ടോപ്പ് റാങ്ക് അടിക്കണം എന്നായിരിക്കും. ഏറ്റവും ടോപ്പ് റാങ്ക് അടിക്കണമെങ്കിൽ ഞാനൊരു 4 മുബീൻ മുഹമ്മദിനെ ഉണ്ടാക്കേണ്ടി വരും. 4 മുബീൻ മുഹമ്മദിനെയും ഒരു 10-16 അനീഷ് ആലപ്പുഴനെയും ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ എനിക്ക് ഇന്ന് MILSL ഏറ്റവും ടോപ്പ് മോസ്റ്റ് റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഭവനേഷ് എന്ന വ്യക്തിക്ക് അത്തരം ഒരു അച്ചീവ്മെന്റ് നേടണമെങ്കിൽ, മൈ ലൈഫിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അച്ചീവ്മെന്റ് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെ മാറ്റത്തിന് ഞാൻ തയ്യാറാവണം. ഞാനൊരു 4 മുബീൻ മുഹമ്മദിനെ ഉണ്ടാക്കണമെങ്കിൽ, ഞാനൊരു 16 അനീഷ് ആലപ്പുഴ ഉണ്ടാക്കണമെങ്കിൽ, ഞാനെന്ന വ്യക്തി എന്തൊക്കെ മാറ്റം തയ്യാറാവണം. സത്യം പറഞ്ഞാൽ ഈ ലെവലിൽ ചിന്തിച്ചിട്ടാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറാൻ ഞാൻ തയ്യാറാണ്. കാരണം എനിക്ക് ക്രൗൺ അംബാസഡർ ആയേ പറ്റൂ. മൈ ലൈഫ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് റാങ്ക് എത്തിയേ പറ്റൂ. അതിനെന്ത് ചെയ്യണോ? കഴുത്തിന് മുളത്താലേ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അപ്പൊ എന്തായാലും അതൊരു തീരുമാനമാണ്. നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ കേൾക്കുക, അറിയാന്നൊക്കെ പറയുന്ന എളുപ്പ പരിപാടിയാണ്. തീരുമാനം എടുക്കുക, യെസ് ഓർ നോ പറയാറുണ്ട്. ആക്കാം നോക്കാം എന്ന് വെച്ചുകൊണ്ട് ഒരാളും ഈ ബിസിനസ് ചെയ്യരുതെന്ന് പറയാറുണ്ട്. പറയാൻ കാരണം നിങ്ങൾ തമാശക്കാണെങ്കിലും അത് പറയുന്നുണ്ടെങ്കിലും അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നാട്ടുകാരെയും വീട്ടുകാരെയും പറയിപ്പിച്ച് ഒരാളും മൈ ലൈഫ് ചെയ്യരുത്.
നാട്ടുകാരെയും വീട്ടുകാരെയും പറയിപ്പിച്ച് ഈ ബിസിനസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അങ്ങ് വിട്ട് കളഞ്ഞേക്കണം. അതിനിടെ കിടന്ന് നിങ്ങൾ കിട്ടാണ് കിട്ടട്ടെ, ആക്കാം നോക്കാം, ആ പരിപാടി ഒന്നും വേണ്ട. ഈ ബിസിനസ് 100% രക്ഷപ്പെടുന്ന ഒരു ബിസിനസ്സാണ്. 100% രക്ഷപ്പെടും. എനിക്കൊരു പേടിയില്ല പൊട്ടിപ്പോയാലോ അത്. ഒരു പൊട്ടിപ്പോലുമില്ല. ലോകത്തിൽ പൊട്ടിപ്പോകാത്ത ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഡയറക്ട് സെല്ലിംഗ് ആണ്. പൊട്ടിപ്പോവുക എന്ന് പറഞ്ഞാൽ ബിസിനസ് ആളുകൾ ചെയ്യാത്തതിന് പ്രധാനപ്പെട്ട കാരണം പൊട്ടിപ്പോന്നുള്ള പേടി തന്നെയാണ്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ പ്രത്യേകത ഒന്നെങ്കിൽ നിർത്തിപ്പോവും അല്ലെങ്കിൽ രക്ഷപ്പെടും. പൊട്ടിപ്പോന്നുള്ള വാക്ക് ഡയറക്ട് സെല്ലിംഗ് ഇല്ല. പൊട്ടിപ്പോകണമെങ്കിൽ ലക്ഷങ്ങളോ കോടികളോ ഇറക്കണം. ₹1 പോലും ഇറക്കാതെ ഈ ബിസിനസ് എങ്ങനെ പൊട്ടിപ്പോകും? ഒന്നെങ്കിൽ നമ്മൾ ആവേശം കൊണ്ട് തുടങ്ങും, നിർത്തിപ്പോകും, അല്ലെങ്കിൽ വിജയിക്കും. അപ്പൊ വിജയിക്കുന്ന ഒറ്റ സീക്രട്ട് ഉള്ളൂ, നിർത്തിപ്പോകൂലാന്ന് തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്നവരാരാണോ അവർ 100% വിജയിക്കുന്ന ഒരേ ഒരു മേഖല അത് ഡയറക്ട് സെല്ലിംഗ് ലൈഫ് സ്റ്റൈലാണ്. ഒരു തർക്കമില്ല. അത്ര ഗ്യാരണ്ടി ഒരിക്കലും ഒരു ബിസിനസ് ഒരു വിജയിക്കുന്ന ഉറപ്പൊന്നും ഒരാൾ പറയാൻ പാടില്ല. ശരിക്കും പറയാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ്. നമ്മൾ അനുഭവം, അത്രയധികം അനുഭവങ്ങൾ, അത്രയധികം അച്ചീവർമാര്, ഒന്നുമില്ലായ്മ കടന്നു വന്ന എത്രയോ ആൾക്കാർ. ഈ ചില ആൾക്കാർക്ക് പുച്ഛഭാവം ഉണ്ടാവും. എന്നും ദുരിതത്തിന്റെ കഥ പറയാണ്, ഒന്നുമില്ലായ്മ വന്നു ഒരു ഉഷാറായ കഥ. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാ? നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കി. ജീവിതത്തിൽ വിജയിച്ച അംബാനി അടക്കമുള്ള, അല്ലെങ്കിൽ MA യൂസഫ് അലി സാർ അടക്കമുള്ള ആളുകളുടെ ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുടെ പുസ്തകങ്ങൾ വായിക്കുക. അവരുടെ കഥകൾ കേൾക്കുമ്പോൾ അറിയാം, എല്ലാവർക്കും നാണം കെട്ട ജീവിതത്തിന്റെ കഥ പറയാനുള്ള ഒരു കാലത്ത് MA യൂസഫ് അലി സാർ നാട്ടിൽ ഒരു വിലയുമില്ലാന്ന് മറ്റുള്ളവർ കാണുന്ന, അല്ലെ മറ്റൊരു ഡ്രൈവർക്ക് ഒരു പുച്ഛമായി ഡ്രൈവറെ കാണുന്ന ഒരു തൊഴിലെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഡ്രൈവർ. ഞാനും ഒരു ഡ്രൈവറായിരുന്നു. ഒരു ഡ്രൈവർ, അവൻ വെറും ഡ്രൈവർ. ആ ഡ്രൈവറോട് കാണിക്കുന്ന രീതി, ആ ഡ്രൈവറായിട്ട് ആ സീറ്റിൽ ഇരുന്ന ആൾക്കാർക്ക് അറിയാം ഡ്രൈവറോട് കാണിക്കുന്ന പെരുമാറ്റം, ബഹുമാനമൊക്കെ എങ്ങനെയാണ്. അങ്ങനെ നാണം കെട്ട് ലൈഫിൽ ജീവിച്ച ഒരാൾ തന്നെയാണ്, അല്ലെ? കാരണം നമുക്ക് ആ ഒരു രീതിയിലായി ഡ്രൈവർ ഒരു പുച്ഛമാണ് ഡ്രൈവറോട്. എന്തിനും പുച്ഛ. ഡ്രൈവർ എന്നല്ല, എന്തൊരു കാര്യത്തിനോട് ആർക്കും ഇപ്പൊ മൈലേജ് ചെയ്യുന്നത് ഓഡിഷനായി അതിനോട് പുച്ഛാണ്. അത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ് പൊതുവെ. പക്ഷെ ഈ പറയുന്ന അങ്ങനെ ആ തട്ടുന്ന് വരുന്ന അദ്ദേഹത്തിന് ഇതുപോലെ വലിയ അച്ചീവറായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹിസ്റ്ററിയാണ്, അല്ലെ? ഇതേപോലെ തന്നെ ഗുജറാത്തിൽ കച്ചവടം ചെയ്ത നമുക്കറിയാം നമ്മുടെ അംബാനി, അവരുടെ ഫാമിലി ആ കച്ചവടം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഇതേപോലെ നാണക്കേട് ഉണ്ടായിട്ടുണ്ട്, അല്ലെ? വി ഗാർഡിന്റെ ഓണർ, ഇവര് നാണക്കേട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ KFC കുറിച്ചൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പോയ വ്യക്തി പിന്നീട് 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ചിക്കൻ കൊണ്ടുവന്ന് അദ്ദേഹം KFC എന്ന് പറയുന്ന വലിയ സ്ഥാപനം ഡെവലപ്പ് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര ബിസിനസ്സുകാരുടെ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു. എല്ലാ കഥകളിലും പറയുന്നുണ്ട് അവർക്കും ഉണ്ടായിരുന്നു നാണം കെട്ട ചെറിയ ഒരു സാഹചര്യം. നാണം തോന്നിയ, ഞാൻ സോപ്പ് വെക്കുമ്പോൾ എനിക്ക് നാണം തോന്നും, പേസ്റ്റ് വെക്കുമ്പോൾ ഒരു നാണം തോന്നും, എന്നെ പോലത്തെ ഒരാൾ സാധനം വെക്കുന്നത് അത് എന്റെ ഇമേജിന് പറ്റിയതല്ല എന്നൊന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന കാര്യം. ഇതൊക്കെ പുസ്തകം വായിച്ചാൽ തീരുന്ന കാര്യമുള്ളൂ. ഇതൊക്കെ ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊന്നുമില്ല. ഇതൊക്കെ എല്ലാവരും ഇതൊക്കെ അനുഭവിച്ചെങ്കിൽ മാത്രമേ നാളെ ജീവിതത്തിൽ വിജയിച്ച വ്യക്തിയായിട്ട് മാറും. സുഹൃത്തുക്കളെ, നമ്മൾ വിജയിക്കുക എന്നതിനേക്കാളും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കാരണം ഒരുപാട് ആൾക്കാർ വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളോട് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തന്നതുകൊണ്ട് ഒരിക്കലും എനിക്ക് ₹1 പോലും എന്റെ അക്കൗണ്ടിൽ കിട്ടില്ല. പക്ഷെ നമ്മളെ കയ്യിൽ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടണം എന്ന വളരെ ആത്മാർത്ഥമായ ഒരു മനോഭാവമാണ് ഈ ബിസിനസ്സിന് വേണ്ടത്. ഇനി ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും എന്റെ ടീമിനെ വളർത്താൻ ഉമ്മർ സാർ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും എന്റെ ടീമിലേക്ക് ബിജു സാർ വന്ന് ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, മനസ്സിലാക്കണം, ഇത് ആത്മാർത്ഥമായി മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ബിസിനസ്സാണ്. തന്റെ ബെനിഫിറ്റ് നോക്കിയിട്ടൊന്നുമല്ല. അപ്പൊ അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ട് നേടുന്ന ഈ ഒരു നേട്ടം അത് ചെറുതല്ല. ഇത് ഖുറാനിൽ പറയുന്നതായിക്കോട്ടെ, ബൈബിളിലോ ഗീതയിൽ എന്ത് പറയുന്നതായിക്കോട്ടെ, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും. എല്ലാ ഗ്രന്ഥവും വായിക്കണം ഒരു നിർബന്ധവും ഇല്ല, അല്ലെ? ഗ്രന്ഥം വായിച്ചില്ലേ മനസ്സിലാവും, നന്മകൾ മാത്രമേ അതെല്ലാം പറയുള്ളൂ. അപ്പൊ ഒരു നല്ല വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിവിടെ ഒരാളെയും പറ്റിക്കുന്നില്ല. കൊടുക്കുന്ന പണത്തിന് തുല്യമായ പ്രൊഡക്റ്റ് തരും. ചെയ്ത നേട്ടം, ചെയ്തില്ലെങ്കിൽ ഒരു നഷ്ടമില്ല ഈ സാധനം വീട്ടിൽ ഉപയോഗിക്കുക. ബിസിനസ് തുടങ്ങി നിർത്തിയാലും ഒരു നഷ്ടമില്ല. തുടങ്ങി നിർത്തിയാൽ പോലും എന്താ നഷ്ടം? നമുക്ക് കയ്യിൽ നിന്നാ പോകുന്നു, ഒന്നും പോകുന്നില്ല. ഈ സാധനങ്ങൾ മാറ്റിയെടുക്കാനുള്ള സംവിധാനം ടീമിനുള്ളിൽ തന്നെ ഉണ്ട്. കമ്പനിയിലേക്ക് പോകുന്നു വേണ്ട. നിങ്ങൾക്ക് സാധനങ്ങൾ എന്തെങ്കിലും മാറ്റണം, നിങ്ങൾ കൊണ്ട് തന്ന ലീഡറോട് പറഞ്ഞാൽ ആ സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളാക്കി അവർ മാറ്റി തരും, സഹായിക്കും. ഒരു തരത്തിലും നഷ്ടമില്ലാത്ത ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ദൈവത്തിന് കയ്യൊപ്പ് ചാർജ് ചുമ്മാ പറയുന്നൊന്നുമല്ല. നിങ്ങൾ ചിന്തിച്ചു പറഞ്ഞു, യെസ് ഓർണോ, ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞു. എങ്ങനെ തിരിച്ചു മറിച്ച് ചിന്തിച്ചാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ്. ഞങ്ങൾ ഈ ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തിൽ പൂട്ടിപ്പോകാത്ത വ്യവസായമുണ്ടെങ്കിൽ അത് MI ലിസ്റ്റിൽ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ട്
കാരണം ഏതൊരു കമ്പനിയിലും പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ് എന്നുള്ളത് കൊണ്ട്. എല്ലാ കമ്പനിയിലും പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ്, മൈ ലൈഫിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളല്ല. പകരം മൈ ലൈഫിൽ പ്രവർത്തിക്കുന്നത് പാർട്ട്നേഴ്സ് ആണ്. പുഷ്പ എന്ന് പറഞ്ഞ സിനിമയിൽ, പുഷ്പ എന്ന് പറഞ്ഞ അല്ലു അർജുന്റെ സിനിമയിൽ പറയുന്നുണ്ട്, അദ്ദേഹം ശമ്പളം കൊടുക്കാം, ചന്ദനം കടത്താൻ വേണ്ടിയിട്ട് ശമ്പളം കൊടുക്കാന്ന് ആ ഓണർ പറഞ്ഞ സമയത്ത് അല്ലു അർജുൻ പറയുന്നുണ്ട്, എനിക്ക് ശമ്പളം വേണ്ട, എനിക്ക് പെർസെന്റേജ് മതി. അപ്പൊ അവര് കളിയാക്കി, പെർസെന്റേജ് മതി എന്ന് പോട്ടൻ അല്ലെ, അങ്ങനെ വരെ പറഞ്ഞു. എടാ നിനക്ക് ആ പെർസെന്റേജ് ശമ്പളം വാങ്ങി അതല്ലേ വലുത്, പെർസെന്റേജിനേക്കാൾ വലുതല്ലേ ശമ്പളം, ഇത്ര ലക്ഷം തരാന്നല്ലേ അവർ പറഞ്ഞു ചോദിച്ചു. അപ്പൊ അല്ലു അർജുൻ പറഞ്ഞു ഡയലോഗ് ഉണ്ട്, ആ പൈസ വാങ്ങി ഞാൻ ഒരു കൂലിക്കാരനായി, ശമ്പളം വാങ്ങിയാൻ കൂലിക്കാരനായി. നേരെ മറിച്ച് ശതമാനാണെങ്കിലോ പൈസ കുറഞ്ഞോട്ടെ, ഞാൻ പാർട്ട്ണറാണ്, ആ പാർട്ട്ണർ എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പാണ് നമ്മൾ മൈ ലൈഫിന്റെ സ്റ്റാഫ് അല്ല, നമ്മൾ മൈ ലൈഫ് സ്റ്റൈലിന്റെ പാർട്ട്നേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് ആയി നിൽക്കുന്ന 12% പേർമേച്ചിന് 12% വാങ്ങുന്ന പാർട്ട്നേഴ്സ് ആണ് നമ്മൾ എല്ലാവരും. ഈ പാർട്ട്നേഴ്സ് ആയിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക? സ്റ്റാഫായി നിൽക്കുന്ന തൊഴിലാളികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഒന്ന് ചിന്തിച്ചു. ഒരു കമ്പനിയിലെ തൊഴിലാളികൾ സമയം നോക്കി പണിയെടുക്കുമ്പോ പാർട്ട്ണർമാർ സമയം നോക്കാതെ സ്വന്തം സ്ഥാപനം എന്ന രീതിയിൽ ഹാർഡ് വർക്ക് എടുക്കുന്ന കോടിക്കണക്കിന് ആളുകളുള്ള ഈ സ്ഥാപനം നഷ്ടം കൊണ്ട് എങ്ങനെയാ സാർ പൂട്ടിപ്പോണത്? നഷ്ടം കൊണ്ട് എങ്ങനെയാ സാർ ലോകത്തിൽ പൂട്ടിപ്പോത്ത വ്യവസായം ഉണ്ടെങ്കിൽ അത് MI ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. കാരണം അത്രയും അധികം ആളുകൾ ഈ ഇൻഡസ്ട്രിയിൽ എന്റെ സ്വന്തം ജോലിയാണെന്ന് നോക്കി സമയം നോക്കാതെ, സ്വന്തം ബിസിനസ്സാണ്, സ്വന്തം പ്രവൃത്തി, എന്റെ സ്വന്തം സ്ഥാപനമാണ് എന്ന ഒരു സ്വന്തം സ്ഥാപനം എത്രത്തോളം കമ്മിറ്റ്മെന്റിലാണ് നടത്തിക്കൊണ്ടുപോകുന്നത്, അതേപോലെ അത്രത്തോളം കമ്മിറ്റ്മെന്റിൽ നടത്തിക്കൊണ്ടുപോകുന്ന ബിസിനസ്സാണ് MI ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഇതിൽ ഇത്രയും അധികം ആളുകൾ, കോടിക്കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്ന ഈ കമ്പനി എങ്ങനെയാണ് സാർ പൂട്ടിപ്പോണത്? ഗവൺമെന്റ് പ്രോബ്ലമാണ് പൂട്ടിപ്പോണതെങ്കിൽ അത് 2011 വരെ ഉണ്ടായിരുന്നു. കാരണം അതുണ്ടാകും. കാരണം 1940 ലോകത്തില് അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 1977 കണ്ടുപിടിച്ച രാജ്യത്ത് പോലും 37 കൊല്ലങ്ങൾക്ക് ശേഷം നിയമം വരുന്നത്. കണ്ടുപിടിച്ച രാജ്യത്ത്, ഈ ഇൻഡസ്ട്രി കണ്ടുപിടിച്ച ഡയറക്ട് സെല്ലിംഗ്, ഈ പ്ലാൻ, ഈ സിസ്റ്റം കണ്ടുപിടിച്ച രാജ്യത്ത് 37 കൊല്ലങ്ങൾക്ക് ശേഷം അവിടെ നിയമം വന്നു. പക്ഷെ ഇന്ത്യയിൽ വരാൻ എന്തുകൊണ്ട് നേരം വൈകി? നേരം വൈകാൻ കാരണം ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഇല്ല. ഇന്റർനെറ്റും കമ്പ്യൂട്ടറും വന്നത് 1990-കളിലാണ്. 90-കളിൽ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നതിന് ശേഷം 96 ആട്, തേക്ക്, മാഞ്ചിയം, മണീച്ചി, നാംബെ, കോണ്ടം പോലത്തെ പല ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെയും കടന്നു വരും. നല്ലതും ചീത്തയും എല്ലാം മിക്സ് ആയിട്ടാ വരിക. അങ്ങനെയാണല്ലോ, വരുമ്പോഴും എല്ലാം കൂടി മിക്സ് ആയിട്ടാ വരിക. വിദേശ കമ്പനികൾ, ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നു. 2006 കാലഘട്ടം. ആ 1990 കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ വന്നതിന് ശേഷം 96 കാലഘട്ടത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ വരുന്നു. 96 മുതൽ 2011 കാലഘട്ടം വരെ ശക്തമായിട്ട് ഈ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലയളവിനുള്ളിലാണ് ഈ ഇൻഡസ്ട്രിക്ക് പോസിറ്റീവായ അനുഭവം ഉണ്ടായത്. ഒരു നെഗറ്റീവ് മാത്രമല്ല സുഹൃത്തുക്കളെ, പോസിറ്റീവും ഉണ്ട്. ഒരുപാട് സാധാരണക്കാരനായിട്ടുണ്ട് 1996 മുതൽ 2011 വരെ. എന്നാൽ നെഗറ്റീവ് ഉണ്ട്. ആളുകളെ പറ്റിച്ച കുറെ കമ്പനിയും ഇതിനിടയിലുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് എപ്പോഴും ആളുകൾ നഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലെ? അത് ലാഭമുള്ള ആൾക്കാർ 1 ലക്ഷപ്പെട്ടു പോട്ടെ, നഷ്ടം കുടുങ്ങിയിട്ടുണ്ടോ അതിനെതിരെയാണ് കമ്പനി ഇടപെടുന്നത്. അപ്പോഴാണ് ഗവൺമെന്റ് ഇടപെട്ടു. പക്ഷെ ഗവൺമെന്റ് ഒന്നും മനസ്സിലാകുന്നില്ല. ഗവൺമെന്റ് ഈ ഇൻഡസ്ട്രി നോട്ട് നിരോധനം പോലെ കംപ്ലീറ്റ് ബാൻ ചെയ്യപ്പെട്ടു. 2010 മൊത്തം നല്ല കമ്പനിയൊക്കെ തന്നെ അവർ അറസ്റ്റ് ചെയ്തു. ഒരു ലീഡർമാർക്ക് പോലും വീട്ടിൽ കയറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു മീറ്റിംഗ് നടത്താൻ പറ്റാത്ത അവസ്ഥ, അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ, പൈസ ചോദിക്കുന്ന ഒരു അവസ്ഥ, വീട്ടിൽ കയറിങ്ങാണ്ട് കോഴിക്കോട് പോലീസ് ഓഫീസർ പോലും ഇതുപോലെ പണം ചോദിച്ചൊരവസ്ഥ. ഒരുപാട് സമരങ്ങൾ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി നമ്മൾ നടത്തി. നിയമസഭാ മാർച്ച്, കുത്തിരിപ്പ് സമരം. നിങ്ങൾ ഇന്ന് ഏതൊരു വ്യവസായം, എന്തൊരു അവകാശങ്ങൾ നമ്മൾ നേടിയെടുത്തത് സമരം ചെയ്തിട്ടാണെങ്കിൽ, നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പോലും സമരം ചെയ്തിട്ടാണെങ്കിൽ, ഇതൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിനുള്ള യുദ്ധമായിരുന്നു. ഒരുപാട് അസാധാരണക്കാരനായാൽ ഒരു രാജ്യം രക്ഷപ്പെടുന്ന ഏതൊരാൾക്കും അറിയാം. സുഹൃത്തുക്കളെ, അങ്ങനെ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ എന്നും പണ്ടും നിങ്ങൾ പഠിച്ച കാലഘട്ടത്തിലും എന്നെക്കാൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായ നിങ്ങൾ പഠിച്ചതും ഡെവലപ്പിംഗ് കൺട്രി എന്നാണ്. ഞാനും ഡെവലപ്പിംഗ് കൺട്രി എന്നാണ്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡെവലപ്പിംഗ്. എന്നാണ് ഡെവലപ്ഡ് ആവുന്നത്? ഒരു രാജ്യം ഡെവലപ്ഡ് ആവുന്ന രാജ്യത്തിന്റെ ആളോഹരി വരുമാനം വർദ്ധിക്കണം. രാജ്യത്തിന്റെ ആളോഹരി വരുമാനം വർദ്ധിക്കണമെങ്കിൽ ഓപ്പർച്യൂണിറ്റി വേണം, അവസരം വേണം. ഞാൻ പറഞ്ഞു, ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് അബ്ദുൽ കലാം സാറിന്റെ വാക്കുകൾ കേട്ടാ വളരുന്നത്. യുവാക്കളെ, നിങ്ങൾ സ്വപ്നം കാണും, നിങ്ങൾ ഉറക്കം കെടുത്ത സ്വപ്നം കാണുന്ന അബ്ദുൽ കലാം സാർ പറയുന്നത്. ഒരു തലക്കല് അബ്ദുൽ കലാം സാർ പറയാണ്, യുവാക്കൾ നിങ്ങൾ സ്വപ്നം കാണും. അദ്ദേഹം ഒരു മതപണ്ഡിതനൊന്നുമല്ല, മതത്തിന്റെ ആളൊന്നുമല്ല, അല്ലെ? അദ്ദേഹം ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അബ്ദുൽ കലാം സാറിനെ പറ്റി. അദ്ദേഹം ഒരു മുസ്ലിം അല്ല, അയാൾ ഹിന്ദു അല്ല, അയാൾ ക്രിസ്ത്യൻ അല്ല, അല്ലെ? അങ്ങനെ ഒരു നല്ലൊരു വ്യക്തിത്വമാണ് ശരിക്കും അദ്ദേഹം. ആ ഒരു അബ്ദുൽ കലാം സാറിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അദ്ദേഹം പക്ഷെ യുവാക്കൾ സ്വപ്നം കാണാൻ പറയാൻ കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഒരു രാജ്യം രക്ഷപ്പെടണമെങ്കിൽ യുവാക്കൾ സ്വപ്നം കണ്ടാൽ നടക്കുന്ന അദ്ദേഹത്തിന് അറിയാം. പക്ഷെ എന്തിട്ട് സ്വപ്നം കാണും നമ്മൾ?
ഞാൻ 24 മണിക്കൂറും എന്താ പറയാ പറമ്പില് കളയ്ക്കാന്നല്ലേ പറയാ, വാക്കുകൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതിൽ നമുക്ക് കിളയ്ക്കാൻ അല്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. 24 മണിക്കൂർ പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. 24 മണിക്കൂർ ഞാൻ ഓട്ടോ ഈ പണിയൊന്നും മോശമായിട്ടല്ല കേട്ടോ. ഈ കാലഘട്ടത്തിൽ ഞാൻ ആ പണി എടുക്കാൻ ഞാൻ തയ്യാറാണ്. 24 മണിക്കൂർ ഞാൻ എടുത്തോളാം സുഹൃത്തുക്കൾ. 24 മണിക്കൂർ ഞാൻ കൽപ്പണിക്ക് പോയിക്കോളാം. ഇതൊക്കെ എടുത്ത് ഒരു കാലത്ത് ഒരു കൂട്ടുകുടുംബം ശക്തമായിട്ട് കൊണ്ടുപോയ ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അങ്ങനെ 24 മണിക്കൂർ കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. ജീവിക്കാൻ രക്ഷപ്പെടാൻ പറ്റുമോ? നിങ്ങൾ പറ. നമ്മൾ എവിടെയെങ്കിലും വന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുന്ന ഉറപ്പുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ. അപ്പൊ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഞാൻ ഇതേ കഷ്ടപ്പാട് മൈ ലൈഫ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എന്റെ വിദ്യാഭ്യാസം, എന്റെ സാമ്പത്തിക അവസ്ഥയും വെച്ച് ബിസിനസ് ചെയ്യാനുള്ള കഴിവും അറിവും ഒക്കെ എനിക്ക് ഉണ്ടെങ്കിലും 5-10 ലക്ഷം രൂപ എനിക്ക് മുടക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ ഇന്നത്തെ ഈ പ്രായത്തിലും ഞാൻ ഏതെങ്കിലും കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് എന്റെ കാലം കഴിച്ച് നിൽക്കേണ്ട ആളാണ് ഞാൻ. യാതൊരു രക്ഷയില്ല. ഇനി ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രം ഇന്ന് ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റി, നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ, ലക്ഷ്യം സമ്പാദിക്കാൻ പറ്റി, കോടികൾ ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റി. അത് ഇങ്ങനത്തെ ഒരു ബിസിനസ് അവസരം കിട്ടിയതുകൊണ്ട് മാത്രം. എന്നെ പോലെ ഒരുപാട് ചെറുപ്പക്കാര് ഇന്ന് മാർക്കറ്റിലുണ്ട്, പണം മുടക്കാൻ കഴിവില്ലാത്ത, എന്നാൽ എന്നേക്കാളും ശക്തമായ കഴിവുള്ള ഒട്ടനവധി ആളുകൾ സമൂഹത്തിലുണ്ട്. അവർക്ക് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പണമില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ ഇല്ല. ആളുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഞാൻ ഗവൺമെന്റിനോട് പറയാണ്, ഞാനൊരു ട്രേഡ് യൂണിയൻ നേതാവ് തന്നെയാണ്. ഞാനും CITU, MMU, മൾട്ടിലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ. എന്തുകൊണ്ടാണ്? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനല്ല, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞാൻ BJP-കാരനല്ല. കാരണം എനിക്ക് ഈ പാർട്ടിയോ രാഷ്ട്രീയ പറ്റി ഒന്നും അറിയില്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഏജിൽ എല്ലാവരും ഒരുപോലെ കാണുന്ന ആൾക്കാരാ. ഞങ്ങൾക്ക് ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യൻ ഇല്ല. ഞങ്ങൾ ഈ ഏജിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ നമുക്കില്ല. നമുക്ക് എല്ലാവരും ഒരുപോലെ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മുടെ ഇടയിൽ നമുക്ക് അങ്ങനത്തെ ഒരു വേർതിരിവും ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ ഇല്ല. ഭൂരിഭാഗം ആൾക്കാർക്ക്, 90% ആൾക്കാർക്കും ഇല്ല. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് നമ്മൾ എല്ലാവരും ഒരുപോലെ കാണും. നല്ല ചെയ്ത് ആരാണെങ്കിലും അത് നല്ലത് തന്നെ പറയും. അപ്പൊ ഇവിടെ ഈ തരത്തില് നമ്മള് ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്യാൻ ഏതൊരാൾക്കും പറ്റിയാൽ തീർച്ചയായും രാജ്യത്തിന് ഡെവലപ്മെന്റ് തന്നെയാണ്. രാജ്യത്തിന് ഡെവലപ്മെന്റ് ആണത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസരം ഇവിടെ വന്നു. ഞാൻ ചെയ്യുന്നത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഞാനൊരു MMU മൾട്ടിലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയന്റെ ഒരു ഏരിയ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന ഭാരവാഹിയായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല. എന്തിനാണ് ട്രേഡ് യൂണിയൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട കാരണം, എന്റെ വാക്കുകൾ കുറെ ആളുകൾക്ക് പ്രചോദനമാകുന്നുണ്ടെങ്കിൽ, എന്റെ വാക്കുകൾ കൊണ്ട് കുറെ ആളുകൾ തീരുമാനമാക്കുന്നുണ്ടെങ്കിൽ, കുറെ ആൾക്കാർ ചെയ്ത് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ വാക്ക് അതങ്ങനെ ഉയർന്നു തന്നെ നിൽക്കും. ഒരു തർക്കവും. അത് ഏത് അറ്റം ഒരു കാലത്ത് നമ്മളൊക്കെ ആവേശം കൊണ്ട് ചെയ്തത് അങ്ങ് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കാലത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തുടങ്ങിയതെങ്കിൽ ഇന്നൊരു അംഗത്തിന് തന്നെ ഇറങ്ങിയത് നമ്മൾ. കാരണം ഒരുപാട് സാധാരണക്കാർ രക്ഷപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു സാധാരണ രക്ഷപ്പെടുമെങ്കിൽ അത് ഏത് അറ്റം വരെ പോകാൻ നമ്മൾ തയ്യാറാണ്. ഏതിന്റെ മുമ്പിൽ നിൽക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്കറിയാം, ഒരു പട്ടാളത്തിൽ നിയമമുണ്ട്, പട്ടാളത്തിന് രീതിയുണ്ട്. യുദ്ധത്തിന് പോകുന്ന സമയത്ത് എതിരാളികൾ എത്ര ശക്തനാണെങ്കിലും ശരി, മുന്നോട്ട് വെച്ച കാല് ഒരു പട്ടാളക്കാരൻ മുന്നോട്ട് തന്നെ വെക്കണം. നേരെ മറിച്ച് എന്റെ ഭാര്യ, എന്റെ കുടുംബം എന്നും പറഞ്ഞ് സ്വന്തം കുടുംബത്തിലേക്ക് അങ്ങ് എത്തി നോക്കിയാൽ, രാജ്യം നോക്കുന്ന സമയത്ത് ആ രാജ്യം മാത്രമായിരിക്കണം മുമ്പിൽ, അല്ലാതെ അന്നേരം ഭാര്യയും കുട്ടികളൊന്നും അല്ല. ഒരു പട്ടാളക്കാരൻ എപ്പോഴും ഭാര്യയും മക്കളൊന്നും അല്ല, അതിനേക്കാൾ ഉപരി രാജ്യമാണ്. ആ രാജ്യത്തിന് മുമ്പോട്ട് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ ആ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് മാത്രമേ വെക്കാൻ പറ്റൂ. ഒരടി പിറകോട്ട് വെക്കാൻ പാടില്ല. പേടിച്ചിട്ട് ഞാൻ മരിക്കും, എന്നേക്കാൾ ശക്തനായ എതിരാളിയാണ് വരുന്നതെന്ന് പേടിച്ചിട്ട് നെഞ്ചു വിരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ആ പട്ടാളക്കാരൻ പിറകോട്ട് കാല് വെച്ച ഒരു തർക്കമില്ല. അങ്ങനത്തെ ആളുകളെ ഇന്ത്യൻ സേനയ്ക്ക് ആവശ്യമില്ല. അത്തരം ഭീരുക്കളെ ഇന്ത്യൻ സേനയ്ക്ക് ആവശ്യമില്ല. മരിച്ചു വീഴുകയാണെങ്കിൽ മുന്നോട്ട് വെച്ച കാലം അത് മുന്നോട്ടേക്ക്. അത്തരം അതൊക്കെ തീരുമാനമാണ്. അപ്പം അത്തരം തീരുമാനങ്ങളുമായിട്ട് നമ്മൾ മൈ ലൈഫിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയം കണ്ടേ അടങ്ങാവുള്ളൂ. കാരണം നമ്മളെ കളിയാക്കുന്ന, നമ്മളെ കുറ്റപ്പെടുന്ന ആൾക്കാർ സമൂഹത്തിലുണ്ട്. ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് പോരാടി വിജയിച്ചേ പറ്റൂ. അങ്ങനെ ഒരു 5 വർഷക്കാലം, 5 വർഷക്കാലം ഒരു ബോധം വേണം, ഒരു കർഷക മനോഭാവം വേണം. ഞാൻ ഈ വെച്ച ഈ തൈ എത്ര സമയം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഫലം കിട്ടും, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടുന്നതിന് കാത്തിരിക്കരുത്. ഡയറക്ട് സെല്ലിങ്ങിന് സമയമുണ്ട്. വാഴയ്ക്ക് 6 മാസം കൊണ്ടാണ് വാഴ കൊലയ്ക്കുന്നതെങ്കിൽ തെങ്ങിന് 6 മാസം പോരെ, രണ്ടും കൊല തന്നെയാ. രണ്ടും കൊലയാന്ന് വിചാരിച്ചിട്ട് തെങ്ങിന്റെ സമയമല്ല വാഴയ്ക്ക്, ഓരോന്നിനും ഓരോ സമയമാണ്. അപ്പൊ കർഷകന് ബോധം വേണം. ഞാൻ വെച്ച ഈ ഫലം ഞാൻ വെച്ച ഈ വൃക്ഷം എത്ര സമയം കൊണ്ട് കായ്ക്കും, ഫലം കിട്ടും എന്നുള്ള ബോധം ആ കർഷകന് വേണം. അപ്പൊ ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ മൈ ലൈഫ് സ്റ്റൈലിൽ പ്രവർത്തിച്ചാൽ എത്ര സമയം എനിക്ക് അച്ചീവറായിട്ട് മാറാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു അച്ചീവ്മെന്റ് എനിക്ക് ഏകദേശം എന്ന് ലഭിക്കും. അത് മനസ്സിലാക്കുകയും അതുവരെ ക്ഷമിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകുക. 9 ആളെ ക്ഷമയും ഒരാളെ ബുദ്ധിയുമാണ് ഒരു ഡയറക്ട് സെല്ലർക്ക് വേണ്ടത്. ഒരു ഡയറക്ട് സെല്ലർക്ക്, നെറ്റ്വർക്ക് മാർക്കറ്റർക്ക് വേണ്ടത് 9 ആളെ ക്ഷമയും ഒരാളെ ബുദ്ധിയുമാണ്. അപ്പൊ 9 ആളെ ക്ഷമ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രാക്ടീസ് അക്കാര്യത്തിന് വേണം.
എന്റെ ക്ഷമയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈ ലൈഫിൽ വരുന്നത് വരെ എനിക്കൊരു ക്ഷമയുള്ള ഒരാളല്ല ഞാൻ. ഇടുവാള് കൊടുവെട്ട എന്റെ സ്വഭാവം. എന്തെങ്കിലും ആക്ഷൻ, കാരണം എനിക്ക് പറ്റുന്നതോടെ ഞാൻ കളിക്കുള്ളൂ. എന്റെ പ്രായക്കാരോട് മാത്രമേ ഞാൻ എന്തെങ്കിലും റോങ് അടിക്കുള്ളൂ. പ്രായമുള്ള ആൾക്കാരെ ഞാൻ ഒന്നും പറയാറില്ല. എനിക്ക് അത് ഭയങ്കര പേടിയും ബഹുമാനമാണ്. ഒന്നും പറയാറില്ല. ഇനി വാഹനം ഓടിക്കുകയാണെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോലും ഞാൻ അവരെന്ത് പറഞ്ഞാൽ ഒന്നും തിരിച്ചു പറയാറില്ല. പക്ഷെ എനിക്ക് ഒത്തവരാണെങ്കിൽ നല്ല അതിന് തിരിച്ചു പറയാറുണ്ട്. അതൊരു സമയത്ത്, ഇന്നല്ല, ബിസിനസ് തുടങ്ങുന്നത് തൊട്ട് മുൻപ് വരെ. എനിക്ക് അവസാനത്തെ ഒരു അനുഭവം പോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റോക്ക് എടുക്കാൻ മംഗലാപുരത്ത് പോയ ഒരു അനുഭവം എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. സത്യം പറഞ്ഞ ആ ഒരു അനുഭവം കാരണമാണ് ഞാൻ നന്നായി അത് ധനീഷ് മാധവൻ സാറ് ചീത്ത. സത്യം പറഞ്ഞാൽ എല്ലാവരും ചീത്തയും നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ധനീഷ് മാധവൻ പോലെ എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ധനീഷ് മാധവൻ സാർ ചീത്ത പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കേൾക്കാൻ പോലും ഒരു ഏട്ടന്റെ വാത്സല്യമാണ്. കാരണം ഒരു ഏട്ടൻ ചീത്ത പറയുന്നത് പോലെ, അച്ഛൻ ചീത്ത പറയും പോലെ, നമ്മളെ മാതാപിതാക്കൾ ചീത്ത പറയുമ്പോൾ ഒരു സുഖമാണ് ആ ചീത്തയ്ക്കുള്ളത്. അദ്ദേഹം വഴക്ക് പറയുമ്പോൾ അദ്ദേഹം മാത്രമാണ് എന്നെ ഒരു തവണ വഴക്ക് പറഞ്ഞത്രേ ഉള്ളൂ. എന്നെ സ്വഭാവം അത് നന്നായിട്ട് അറിയാം. ഞാനൊരു നീറാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാൻ ഒരു പണി തുടങ്ങി അതിന്റെ അവസാനം കണ്ടേ നിർത്തുന്നത് പുള്ളിക്കറിയാം. അപ്പൊ അദ്ദേഹം എന്നെ ശ്രീ സൂക്കടൊക്കെ പതിനേഷം നിർത്തണോ, ഇനി എങ്ങനെ റോങ് ആകുന്ന പരിപാടി നിർത്തണം. ഒരു ദിവസം മംഗലാപുരത്ത് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി കോഴിക്കോട് ഓഫീസില്ല. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എറണാകുളത്തുനിന്നോ മംഗലാപുരത്തോ സാധനം എടുത്ത് കൊണ്ടുവരണം. അങ്ങനെ ഓരോ ആഴ്ചകളിലും ഓരോ ലീഡർമാരെ പറഞ്ഞേക്കുക. അങ്ങനെ ഒരു തവണ ഞാനും ധനീഷ് സാറുമാണ് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോണത്. മംഗലാപുരത്ത് നിന്ന് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു ബോഗിയിൽ ഞാനും ഒരു ബോഗിയിൽ ബെന്നി സാർ, ധനീഷ് സാറും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് സാധനം 4-5 ലക്ഷത്തിന് സാധനം ഉണ്ട്. ധനീഷ് സാർ പറഞ്ഞു പേടിപ്പിച്ചു, ഭവനേഷ ശ്രദ്ധിക്കണം, ആരോ സാധനമാണ്, നീ ഇതെല്ലാം ശ്രദ്ധിക്കണം, പ്രശ്നമാണ്, പോലീസ് ശ്രദ്ധിക്കണം, ഒരുപാട് ബോക്സ് ഉണ്ട്, അത് സംസാരത്തിന് അങ്ങനെ പ്രശ്നമാണ്, ഇന്നതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു. നഷ്ടപ്പെട്ടാ പോയി, വണ്ടിയുടെ ഉള്ളിലായി പോയി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആകെ ബേജാറായിട്ട് നിൽക്കുകയാണ്. പഠിച്ചോ പോരുന്നല്ലോ, ശ്രദ്ധിക്കണം, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ ടെൻഷനും ഒക്കെ ഒരു ട്രെയിനിൽ ഒരാൾ വാച്ച് ചെയ്തിരുന്നു. അയാൾ എന്റെ അടുത്ത് വന്ന് പറയാ, എന്തോ തട്ടിപ്പാണ്, എന്തോ സാധനം കൊണ്ടുപോവാണ്, എന്തോ കടത്തുകയാണെന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. സത്യം പ്രായത്തിന്റെ പ്രശ്നമായിരിക്കാം, എനിക്കിങ്ങനെ ദേഷ്യം വന്നപ്പോ ട്രെയിൻ ഇങ്ങനെ കോഴിക്കോട്ടെ ഇങ്ങനെ സ്ലോ ആകുന്നതിനനുസരിച്ച് എന്റെ മെമ്മറി കട്ടായിക്കൊണ്ടിരിക്കുക, ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ വലത്തെ കാലം ഒറ്റ ചവിട്ട് അയാൾ നെഞ്ചത്ത് നോക്കിയിട്ട്, പറയാൻ പാടുന്നത് എനിക്കറിയില്ല, അന്നത്തെ സ്വഭാവം പറയാം, വെറുതെ പ്രായം കൊണ്ട് എടുത്ത് ഞാൻ സംഭവിച്ചു പോയതാ, അബദ്ധം പറ്റിപ്പോയതാ. ഞാനത് ചെയ്യുകയും ചെയ്തു. അത് ചെയ്തോടുകൂടി അയാൾ പറഞ്ഞിട്ട് വീട് ട്രെയിനിന് പുറത്തേ ചവിട്ടി തള്ളിടാൻ നോക്കിയേ. താലും ധനീഷ് സാർ, നീ എന്ത് പണിയാണോ ചെയ്തത് ധനീഷ് സാർ? ഇപ്പൊ സുബീർ സാർ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് ഒരു ഐഡിയ, നിന്റെ അറിയാണ്ട് കാലായിട്ട് പൊന്തിപ്പോയിക്കുന്നു, എനിക്ക് ഓർമ്മല്ല, നിന്റെ കാലം അറിയാനായിട്ട് പൊന്തിപ്പോയിക്കുന്നു. എനിക്ക് അയാൾ ദേഷ്യം വന്നു പെട്ടെന്ന്. അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഞാനാ നേരെ പോകുന്ന, അയാൾ ആകെ അവിടെ വീണ് ഒരു 10-35 വയസ്സുള്ള ഒരാളാ. ഞാൻ നേരെ അങ്ങോട്ട് പോയി, എന്റെ വിളിച്ചാൽ ഞാൻ പേടിച്ചോടി. അപ്പൊ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട, ഒരു സാധനം എടുത്ത് ഓടി. അന്ന് ധനീഷ് സാറും ഒക്കെ നല്ല ചീത്ത. എന്റെ സ്വഭാവമായിട്ട് ഭവനേഷ് പണി എടുക്കാൻ ആൾക്കാരെ മാനേജ് ചെയ്യുന്ന പണിയാണ്. എന്റെ സ്വഭാവം ഇവിടെ പറ്റൂല കേട്ടോ, പറ്റില്ല, നിർത്തി പോയിക്കോ എന്നൊക്കെ പറഞ്ഞു ധനീഷ് സാർ നല്ല ചീത്ത. ഞാൻ ഒന്നും മിണ്ടാടെ അങ്ങനെ കേട്ടുന്ന്. സത്യം പറഞ്ഞ അവസാനത്തെ ചീത്തയാണ്. പിന്നെ ഞാൻ അതിനോട് പറയിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്ത് ചെയ്താലും ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം എന്റെ കാറ് കോഴിക്കോട് വെച്ച് തട്ടി. കോഴിക്കോട് ഒരു ബസ്സുകാരൻ വന്ന് ബാക്കിൽ നല്ലൊരു ഇടിയിടിച്ച സമയത്ത് ശ്രീജമ്മയുടെ ആകെ ബേജാറായി, പഠിച്ചോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ. അപ്പൊ അങ്ങനെയാണല്ലോ പൊതുവെ വണ്ടി തട്ടിയാൽ. ഞാൻ വണ്ടി കൂട്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞ ബോസ്, എന്താ ബോസ് ഇങ്ങനെ കഷ്ടമാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ, നമ്മൾ എങ്ങനെയോ പാവപ്പെട്ട ആൾക്കാരാണ് കൊണ്ടുപോവാണ്, ഇതൊക്കെയാണല്ലോ ആളെ പറയാ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ കുഴപ്പമില്ല ചേട്ടൻ, റൂട്ട് മുടക്കണ്ട, ഏട്ടൻ പോക്കോ, പിന്നെ ഞാൻ ഇപ്പൊ സ്റ്റാൻഡിലേക്ക് വന്നേക്കാം. സ്റ്റാൻഡിൽ പോയി നമുക്ക് പിന്നെ ഇവിടെ ആൾബലം ഉള്ളതുകൊണ്ട് ടീമിൽ നിന്ന് പോലീസ് ഓഫീസർക്ക് ഓരെ വിളിച്ച്, എനിക്കൊന്നും പണിയില്ല, ഞങ്ങൾ നിന്നാൽ മാത്രം മതി. മറ്റേ ബസ്സുകാരൻ തന്നാലെ പൈസ കൊടുത്തു. ബസ്സാൻ തന്നെ ഞാൻ എന്നെ ബസ്സാന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആൾക്കാർ അതിന് നമ്മളെ പോയി ടീമിൽ ആൾക്കാരുണ്ടല്ലോ, ബന്ധങ്ങളുണ്ടല്ലോ നമുക്ക്. അത് വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കച്ചറക്കില്ല, നിങ്ങൾ ആ പൈസ എന്നാൽ ഞാൻ മാന്യമായിട്ട് ഞാൻ അങ്ങ് പോക്കോളാം എന്നും പറഞ്ഞ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം അങ്ങനെയും പ്രശ്നം ഡീൽ ചെയ്യാൻ പറ്റും. വെറുതെ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ആ പരിപാടി ഒന്നുമില്ല. ഇനി സപ്പോസ് പോണ വഴിയിൽ ആരെയും വണ്ടിക്കാരും ചീത്ത വിളിച്ചാൽ ഞാൻ ആ കണ്ടില്ലെന്ന് വെച്ചാലും നോക്കിയാലല്ലേ എനിക്ക് തിരിച്ച് പറയാൻ തോന്നുള്ളൂ. നോക്കാറില്ല എന്ന് പറഞ്ഞ ആറ്റിൽ കുറെ മാറ്റങ്ങൾ. നമ്മളിപ്പോ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണമുണ്ട്. ആ ബസ്സുകാരോടങ്ങ് ഞാൻ ഇറങ്ങി കണ്ടെന്നെ കച്ചറ ഉണ്ടാക്കി ഒച്ചപ്പാട് ഉണ്ടാക്കിയാൽ ആ ബസ്സിലെ കുറെ ആൾക്കാരുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. ചിലപ്പോൾ അയാളെ വീട്ടിൽ നാളെ പ്ലാൻ പറയാൻ പോകേണ്ടി വരും. ആ സമയത്ത് എന്നോട് അന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോ സത്യം പറഞ്ഞ എവിടെ പോയാലും ആളുകൾ അറിയുന്നതുകൊണ്ട് തന്നെ ഒരു ഒരു അടുക്കും ചുറ്റിലൊക്കെ നടക്കാനും പോകാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ ഭവന സാർ അല്ലെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വരും. നമ്മളെ അറിയാത്തവർ പോലും നമ്മളെടുത്ത് വന്നിട്ട് ഭവന സാർ അല്ലേ ചോദിക്കൂ. അല്ല അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇതേപോലെ ഓൺലൈൻ കാണുമ്പോഴൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ എവിടെ പോയി, ഞാൻ ഒരു ദിവസം മാസ്ക് ഇട്ട് പോയിട്ട് പോലും പിടിച്ച് ഭവന സാർ അല്ലെന്ന് വെച്ചാൽ അടുത്തേക്ക് വന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരാളോട് ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു അല്ലലും ഇല്ലാതെ വളരെ സ്നേഹത്തോടു കൂടി അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് ഒരു എന്താ പറയാ ഒരു നന്മയുടെ ക്ലാസ്സിലൊന്നും പങ്കെടുക്കാണ്ടും ഈ മൈലേജിൽ മാത്രം നിന്നുകൊണ്ട് എനിക്ക് വലിയൊരു മാറ്റം. ഞാൻ പറഞ്ഞ പണത്തിന് മുകളിൽ എനിക്ക് വേണ്ടത് ABCD ശരിയാക്കാന്നുള്ളതാണ് എന്റെ സംഭവം. കാരണം എനിക്ക് അതല്ലാത്ത പൈസ ഉണ്ടാക്കണേ, ആദ്യം പൈസ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരണം. പക്ഷെ അത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ട്രെയിനിങ്ങുകളൊക്കെ അതുപോലെ നല്ല ട്രെയിനറായിട്ട് നമുക്ക് ട്രെയിനർ ആവാൻ പറ്റുന്നുണ്ട്. ട്രെയിനിങ് എടുക്കാൻ കിട്ടുന്നുണ്ട് ഒരുപാട്. ഇപ്പൊ ബെന്നി സാറിന്റെ കൂടെ RTPയിൽ നിന്നൊക്കെയാണ് സത്യം പറഞ്ഞാൽ
ആ ഒരു ആർട്ടിപ്പിലൊക്കെയാണ് എനിക്ക് ശരിക്കും എന്റെ അച്ഛനോടുള്ള സ്നേഹം പോലും വന്നത് അങ്ങനെയാണ്. 20 വർഷക്കാലം അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയപ്പോ കുട്ടിക്കാലം മുതൽ അമ്മ ചെയ്തിരുന്ന ഇഞ്ചക്ഷനേക്കാളും പവറാണ് ബെല്ലി സാർ തന്ന ഒരു തരത്തെ ട്രെയിനിങ് എന്ന് മനസ്സിലായി. കാരണം അമ്മ കുട്ടിക്കാലം മുതൽ അമ്മയുടെ വിഷമം പറയാണ്, അച്ഛൻ അങ്ങനെ, അച്ഛൻ ഇങ്ങനെ, അച്ഛൻ അങ്ങനെ, അച്ഛൻ എങ്ങനെ, അച്ഛൻ എങ്ങനെ. അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞ ദേഷ്യം, അത് കണ്ടാ ദേഷ്യം എനിക്ക്. അച്ഛനെ മുന്നിൽ കണ്ട അപ്പൊ ഞാൻ കണ്ണുരുട്ടു. അപ്പൊ ഇനി അച്ഛന് ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ അച്ഛൻ മെല്ലെ സൈഡ് ഒതുങ്ങി നടക്കുക ചെയ്യും എന്നെ കാണുമ്പോൾ. അപ്പൊ ഇങ്ങനെയൊക്കെ അച്ഛനെ പേടിപ്പിച്ച് നടക്കുന്ന ഒരു കാലത്ത് മൈ ലൈഫിൽ വന്നോടുകൂടി സത്യം പറഞ്ഞ അച്ഛനെ ബഹുമാനിക്കുമ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞാൽ അമ്മ പറയൂ, എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞ അച്ഛനല്ലമ്മേ, ആ പ്രായം കൊണ്ട് അങ്ങനെ പറയൂ, അവരാ ലെവൽ അങ്ങനെ പറയൂ, അവർ പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ, ഓ എന്ത് ചെയ്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അച്ഛൻ വന്നത് 4 കൊല്ലാണ് ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്കൊന്ന് എന്റെ മൈ ലൈഫിലൊക്കെ ഉയർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം തെറ്റുകൾ ചെയ്യുന്നതല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തതല്ല, നമ്മളല്ല തെറ്റ് ചെയ്ത്, അല്ലെ, അച്ഛനാണ് തെറ്റ് ചെയ്ത്. അച്ഛൻ നമ്മൾ നോക്കാത്തതുകൊണ്ട് നമുക്ക് അച്ഛനുള്ള ബഹുമാനം പോയതാ. അത് അച്ഛൻ ചെയ്ത കാര്യമാണ്, ഞാൻ ചെയ്ത കാര്യമല്ല. പക്ഷെ ഞാൻ എന്റെ അറിവ് വെച്ച് തുടങ്ങിയപ്പോ അച്ഛനെ ബഹുമാനിക്കാൻ തയ്യാറായി. കാരണം അച്ഛനാണ്, അമ്മയാണ്. അങ്ങനെ ഞാൻ തീർച്ചയായും എന്റെ ലോകത്ത് ഏറ്റവും വലിയ അച്ഛനും അമ്മയും എന്റേതായിരിക്കും. എന്റെ ഭാഗത്ത് ചിന്തിച്ചാൽ എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് നിങ്ങൾ അച്ഛനും അമ്മയും ഉള്ളൂ. ആദ്യം എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഏറ്റവും വലുത്, അല്ലെ. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പൊ ഈ രീതിയിൽ അച്ഛനെയും അമ്മേനെയും നല്ലോണം സ്നേഹിച്ചുകൊണ്ട് ആയിരിക്കണം എനിക്ക് വലിയ അച്ഛനെ. അപ്പൊ എല്ലാവരും മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത്. ഒരാളോടും പണം ഇന്നും എന്റെ അമ്മ മോനെ എനിക്ക് പൈസ തരണം എന്റെ അടുത്ത് കൈ നീട്ടാൻ വരാറില്ല. കാരണം എന്റെ പേഴ്സ് ധൈര്യമായിട്ട് എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ അത് എന്റെ അമ്മയാണ്. അല്ലെ, അമ്മയുടെ കയ്യിൽ ധൈര്യമായിട്ട് എടുത്തു കൊടുക്കാൻ പറ്റും പൈസ. കാരണം അമ്മ പൈസ ഉണ്ടെങ്കിലും പറയും നിനക്ക് തികയോ, ഇല്ല നീ വേണ്ട അവിടെ വെച്ചോ എന്ന് ഞാൻ എത്രയോ കേട്ടിട്ടുണ്ടാക്കേ. ആ പൈസ ഉണ്ട്, ഞാൻ പറഞ്ഞ പൈസ അല്ലേ പേഴ്സിൽ അങ്ങ് എടുത്തോളി എന്ന് പറഞ്ഞേ. അപ്പൊ അമ്മ പറയൂ, ഇല്ലടാ എനിക്ക് തികയില്ല, എനിക്ക് എന്തൊക്കെ വണ്ടിക്ക് പോട്ടോ, എന്തോ ആവശ്യമുള്ളതല്ലേ. ഞാൻ പറയാം അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ട എടുത്തോ, എന്നിട്ട് ബാക്കി മതി എന്ന് പറഞ്ഞേ. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ പൈസ അങ്ങോട്ട്, കാരണം അതൊരു അനുഗ്രഹം. ഞാൻ എത്രയോ അമ്മ 26 വയസ്സ് അമ്മയോട് പൈസ വാങ്ങിച്ചത്, അമ്മ പണിയെടുത്ത സാഹചര്യങ്ങൾ ആലോചിക്കുമ്പോൾ 30 രൂപയ്ക്ക് വീട്ടുവേലയ്ക്ക് എന്റെ അമ്മ ആദ്യം പോയത്. 30 രൂപയ്ക്ക് വീട്ടുവേലയ്ക്ക് കാരന്തൂർ നമ്പൂതിരിമാരുടെ ഇല്ലത്ത് വീട്ടുവേലയ്ക്ക് പോവുകയും രാവിലെ ഭക്ഷണം കഴിക്കാൻ ഇല്ലായിട്ട് തന്നെ ഞാൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ അമ്മയുടെ ദേഷ്യം പിടിച്ച ഒരു ദിവസം ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാര്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ പോയത്. അമ്മ രാവിലത്തെ വീട്ടിലും ദോശയും പുട്ടൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ കല്യാണം കഴിച്ച് വേറൊരാൾ വീട്ടിൽ വന്നിട്ടുണ്ട്, ഭർത്താവ്. ഇനിയെങ്കിലും ഉണ്ടാക്കുന്ന ഒച്ചുണ്ട്, ഞാൻ അമ്മയുടെ ഒച്ചിട്ട് അമ്മയുടെ ദേഷ്യം വെച്ചപ്പോഴാണ് അമ്മയ്ക്ക് അന്നേരമാണ് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം അമ്മനെ പണ്ട് കാര്യമില്ല. കാരണം അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യം ഓർമ്മല്ല. രാവിലെ പണിക്കൂ, തലേന്നത്തെ ചോറുണ്ടാ, ചോറ് തിന്നാന്നല്ലാണ്ടേ ഇനി ചോറ് എടുത്തു തിന്നോ മോനെ പറഞ്ഞു മുമ്പ് തരുന്നില്ല, വേണ എടുത്തുന്നോന്ന് അറിയാം. കാരണം അമ്മയ്ക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി തെങ്ങും കയറാൻ പറ്റുന്ന കയറിക്കോ, കിട്ടിയായി വാങ്ങിക്കോ എന്ന് അറിയൂ. സൈക്കിൾ ഓടിക്കട്ടെ, വാങ്ങിക്കോ, കിട്ടിയായി വാങ്ങിക്കോ. ഞാൻ ബൈക്ക് ഓടിക്കട്ടെ, പോയിക്കോ, കിട്ടിയായി വാങ്ങിക്കോ. കാരണം അമ്മ ഒരു ഭയങ്കര ധൈര്യമാണ്. എന്തും ചെയ്യാൻ ധൈര്യം കാണിച്ചിരുന്നു അമ്മ. കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ്. എന്തും ചെയ്യാൻ, എവിടെ വേണേൽ പോയിക്കോ, എന്ത് വേണം ചെയ്തോ. കാരണം അമ്മയ്ക്ക് എന്തോ വിശ്വാസമാണ്, ഒന്നും സംഭവിക്കാൻ പോകില്ല, എനിക്കൊന്നും സംഭവിക്കാൻ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് കള്ളു കുടിക്കുന്നവരും കഞ്ചാവ് വലിക്കുന്നവരും മയക്കുമരുന്ന് ധരിക്കുന്നതിന് ഒക്കെ കൊടുത്ത് പോയിക്കോ, ഞാൻ ഓരോനക്കോ ഞാൻ അനുകൂലം നമുക്കറിയാം. സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടത്തിലും ഞാൻ കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ തീരുമാനിച്ച ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാ തരത്തിലും നമ്മൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കൂടുതലും നമ്മൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും കൂടുതലും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും കാര്യമില്ല, നമ്മളെ തീരുമാനമാണ് യെസ് ഓർ നോ. ഏത് കാര്യത്തിലും 5 വർഷക്കാലം മൈ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് 5 വർഷക്കാലം നിങ്ങൾ നിൽക്ക്. പണം രണ്ടാമതായിരിക്കാണ്, പണം വരും. 10,000 രൂപ ശമ്പളം തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു സ്റ്റാഫായിട്ട് നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം അവർ പറഞ്ഞ പണിയെടുത്താൽ കിട്ടും. 1000 രൂപ കൂലി തരാം, നിങ്ങൾ വാ ഒരു വൈകുന്നേരം വരെ എന്റെ വീടിന്റെ മുറ്റത്ത് ഇത് ചെയ്യ് അത് ചെയ്യ്, അല്ലെ കൂലിപ്പണിക്ക് നമ്മൾ ആളെ വിളിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഒരു മാസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ ആ പൈസ കിട്ടും. അങ്ങനെയാണെങ്കിൽ മൈ ലൈഫിൽ 2-10 കിട്ടും എന്ന് പറയുന്നത് എന്താ അതിശയിക്കാനുള്ളത്? കിട്ടും സാർ. ആ 2-10 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ചെയ്യണം. പക്ഷെ 2-10 അതിന് മുകളിൽ കിട്ടുന്ന കുറെ നേട്ടങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. കാരണം എന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്ന സിറ്റുവേഷൻ എനിക്ക് ഇപ്പൊ ഇന്നും ഓർമ്മയുണ്ട്. ഞാന് ഒരു അമ്പലത്തില് ഞാൻ ഉത്സവത്തിന് പോകുമ്പോൾ അച്ഛൻ ഓപ്പോസിറ്റ് നടന്നു വരുന്നു. അച്ഛനെ നോക്കാൻ എനിക്ക് മടി, അച്ഛൻ എന്നെ നോക്കാനും മടി. അപ്പൊ അച്ഛൻ എന്നോട് എന്തോ സംസാരിക്കുന്ന ആഗ്രഹം എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അച്ഛൻ ആദ്യമായിട്ട് എന്നോട് ചോദിച്ചു, അമ്മ വീട്ടിലേ, അമ്മ വന്നില്ലേ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, അമ്മേ അച്ഛൻ എന്നോട് ചോദിച്ചു, അമ്മ വന്നില്ലേ, അമ്മനെ ചോദിച്ചു എന്ന് പറഞ്ഞു. ഓ അമ്മേനെ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കണ്ട അമ്മ ഭയങ്കര അച്ഛനെ കൂട്ടിക്കൊണ്ടുവരും, അച്ഛനെ കൂടി അങ്ങ് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു. അമ്മ പെട്ടെന്ന് ദേഷ്യം പിടിച്ചു. ഇതിനു ശേഷം അന്ന് അത് പറഞ്ഞു കേൾക്കണം. അപ്പൊ കേൾക്കുന്നത് അച്ഛന് അമ്പലത്തിൽ ഒരു അപകടം പറ്റി. അച്ഛന് പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ആ പടക്കം കയ്യിൽ നിന്ന് പൊട്ടിയിട്ട് മുന്നിൽ പൊട്ടിയിട്ട് എന്തോ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ആ മരുന്ന് അച്ഛനെ കണ്ണ് കയറി. അച്ഛന് കണ്ണും ചെവിയും കേൾക്കാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോ അമ്പല കമ്മിറ്റി എന്നെയാ വിളിക്കുന്നത്. അപ്പൊ വേഗം ഞാൻ പോയി. അപ്പോ അത് കേട്ടോട് കൂടി അമ്മയും ഒന്നും നോക്കിയില്ല. അന്ന് അമ്മയാണ് ആദ്യം രാവിലെ എന്നെ വിളിക്കുക, എടാ മോനെ പോണ്ടേന്ന്. കാരണം അത് പറ്റിയപ്പോ അമ്മയുടെ സ്നേഹവും ഞാൻ മനസ്സിലാക്കി. ഇത്രയും കാലം അമ്മ ദേഷ്യം പിടിച്ചപ്പോ അച്ഛൻ ഒന്ന് പറ്റിയെന്ന് പറഞ്ഞ സമയത്ത് അമ്മയ്ക്ക് ഉണ്ടായ വിഷമം. അമ്മ നേരെ അമ്മയാണ് അച്ഛനെ നോക്കുന്നത്, പല്ല് ഏൽപ്പിക്കുന്നത്, ബാത്റൂം കൊണ്ടുപോകുന്നൊക്കെ അമ്മയാണ്. വെറും 4 കൊല്ലം അമ്മയും അച്ഛനും ഭാര്യ ഭർത്താവിടെ ജീവിക്കുന്നു. ഞാൻ എന്റെ അച്ഛാന്ന് വിളിക്കുന്നു. ഈ സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായത് മൈ ലൈഫിൽ വന്നതിന് ശേഷം. നേരെ അത് പഴയ ഓർമ്മകളൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ നല്ലൊരു വീട്ടിലേക്ക്, വേറെ വീട്ടിലെ താമസമൊക്കെ മാറ്റി.
പിന്നെ വീണ്ടും ആ വീട്ടിലേക്ക് എന്നെ താമസമാക്കി, ആ വീടൊക്കെ പണിത് കൊടുത്തു. ഇന്നിപ്പോ ഒരു പോലും കടമില്ലാതെ മൈലൈഫിന്റെ പണം കൊണ്ട് മാത്രം ഇന്ന് ഞാൻ എന്റെ വീടിന്റെ സ്ട്രക്ചർ പണി തീർത്തു. ഒരു പോലും കടമെടുക്കാതെ എന്റെ മൈലൈഫിന് പൈസ കൊണ്ട് മാത്രം ഇന്നൊരു വീടിന്റെ പണി തീർക്കാനും 2 കാറ് വാങ്ങാനും 2 ബൈക്ക് വാങ്ങാനും നമ്മൾ ആഗ്രഹിച്ച സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനും ഒക്കെ നമുക്ക് സാധിച്ചു. എനിക്കൊരു ആഗ്രഹം CTC റാങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥലം, അച്ഛനും അമ്മയ്ക്കൊക്കെ സ്ഥലം ഉണ്ടെങ്കിലും എന്റെ പേരിൽ ഞാൻ അധ്വാനിച്ച ഒരു സ്ഥലം വാങ്ങണം വലിയൊരു ആഗ്രഹമാണ്. അത് നടക്കണം. ഞാൻ ആഗ്രഹിച്ച പോലെ സ്വന്തമായിട്ടൊരു വീട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കണം. കാരണം ഈ ഒരു ആയുസ്സിൽ നമുക്ക് എന്തെങ്കിലും അടുത്ത ജന്മത്തിന് വേണ്ടി നമുക്ക്, കാരണം ഇന്ന് ഞാൻ ആസ്വദിക്കുന്ന എന്റെ സ്ഥലങ്ങള് എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും അമ്മേന്റെ അച്ഛനും ഒക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ നാളുകൾ പറയണത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് എന്റെ തലമുറകൾ പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അതിന് മൈലൈഫ് കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രം ഒരു വിശ്വാസമുണ്ട്, അത് നടക്കുമെന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ഈ തരത്തിൽ നമ്മൾ സ്വപ്നങ്ങളോട് കൂടിയാണ് ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ആയുസ്സും ആരോഗ്യം ബുദ്ധിയും ശക്തിയും അത് ഭഗവാൻ തരണമേ എന്നേ പ്രാർത്ഥന ഉള്ളൂ. കാരണം ആയുസ് നമ്മളെന്ന് ചെയ്യുന്നതല്ല, ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും ശക്തിയും നമ്മുടെ കയ്യിലല്ല. ഈ ബുദ്ധി ഒരു നിമിഷം മാറിയാൽ മതി, ഇന്ന് പറയുന്ന വാക്കുകൾ പോലും പറയാൻ എനിക്ക് കിട്ടില്ല, ഈ പറയുന്ന വാക്കുകൾ സംസാരിക്കാൻ എനിക്ക് കഴിയില്ല, എന്റെ താളം തെറ്റിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥനയുള്ളൂ, ആയുസ്സും ആരോഗ്യം ബുദ്ധിയും ശക്തിയും ഭഗവാനെ തരണേ. ഒരു തർക്കമില്ല, അത് തരുവാണെങ്കിൽ നേടിയിരിക്കും. പാവപ്പെട്ടവരെ നേടാൻ സഹായിക്കുകയും ചെയ്യും. ഈ തരത്തിൽ ഒരുമിച്ച് വളരാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി. ഒരാൾ നശിച്ചാൽ ഒരാൾ വളരുന്ന മേഖല അല്ല ഡയറക്ട് സെല്ലിംഗ്. എല്ലാ കച്ചവടവും അങ്ങനെയാണ്. ഒന്ന് നശിച്ചാൽ മറ്റു വളരുന്നതാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് മാത്രമേ ഉള്ളൂ. ഒരാൾ വളരുമ്പോൾ മറ്റേയാളും വളരുന്ന ഒരു ബിസിനസ്, അത്രയും മഹത്വമായ ബിസിനസ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഒരു ലെവലിൽ ചിന്തിക്കുക. എന്ന് എന്റെ ടോട്ടൽ അച്ചീവ്മെന്റ് പറയുകയാണെങ്കിൽ, നേട്ടങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ 11,000-ഓളം ഡിസ്ട്രിബ്യൂട്ടർമാരുള്ള ഓർഗനൈസേഷനാണ്. 144-ഓളം ടീം കോർഡിനേറ്റർമാർ ഇന്ന് ഓർഗനൈസേഷനിലുണ്ട്. ഏകദേശം 20-ഓളം അഡ്വൈസറി സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർമാർ ഓർഗനൈസേഷനിലുണ്ട്. ആ 20 ടീം കോർഡിനേറ്റർ 2 ഓർഗനൈസേഷൻ ഒരേപോലെയാണ് പോകുന്നത്, ഒരേ താളത്തിലാണ് പോകുന്നത്. ഒന്ന് കൊടുമ്പോൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ടാണ്. വീക്കിലി ഇൻകം പോലും 2 ഭാഗത്തും ഒരേപോലെ കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിച്ച് നടക്കുന്നു. 3 റീജിയണൽ ടീം കോർഡിനേറ്റർമാരുണ്ട്. ഞാൻ എന്റെ സ്പീഡിൽ ഈ ബിസിനസ് ചെയ്യുന്നു. ഒരു കാരണവശാലും നമ്മളെക്കാൾ സ്പീഡിൽ പോകുന്ന ആളോട് ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളെക്കാൾ വേഗത കുറഞ്ഞു പോകുന്ന ആൾക്കാരെ നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ വേഗത്തിൽ ഈ ബിസിനസ് ചെയ്യുക. ഞാനിപ്പോ വേറൊരു ലീഡറോട് മത്സരിക്കാൻ നിന്നാൽ ആ ലീഡറോട് എനിക്ക് ഈഗോ ആണ് വരുന്നത്. എന്റെ ഒരു ഭാഷയെ പറഞ്ഞ വേറൊരു ആളോടും എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ വിജയം തേടി വരുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്താൽ വിജയം എന്നെ തേടി വരും എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ പെർഫെക്ഷൻ ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അത് എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും വേറെ ഏത് മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് പെർഫെക്ഷൻ മാക്സിമം നോക്കും. എന്റെ വിജയം എന്നെ തേടി വരേണ്ടതാണ്, അല്ലാണ്ട് ഞാൻ വിജയം തേടി പോവാറില്ല. അപ്പൊ ഈ തരത്തിൽ തീർച്ചയായും അത് വരും, വന്നിരിക്കും. ലൈഫ് എന്ന് പറയുന്ന ഒറ്റ ഇന്നിങ്സാ. വിശ്വാസമുള്ള ആൾക്കാർ പറയും അടുത്ത ജന്മമുണ്ട്. അത് നല്ലതാണ്, നന്മകൾ ചെയ്യാൻ വേണ്ടി അത്ര വിശ്വാസങ്ങൾ നല്ലതാണ്. പക്ഷേ ബിസിനസ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒറ്റ ലൈഫുള്ളൂ, ഈ ഇന്നിങ്സിലാണ് കളിക്കേണ്ടത്. ഈ ഒറ്റ ജന്മം, ഈ ജന്മമേ ഉള്ളൂ എന്ന് വിശ്വസിക്കൂ. അങ്ങനെയല്ല, നിങ്ങൾ മതവിശ്വാസമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോ അടുത്ത ജന്മം ഒക്കെ ഉണ്ട്, അതുള്ളത് തന്നെയാണ്. എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ വിശ്വസിക്കുന്നുണ്ട് അടുത്ത ജന്മം ഉണ്ടെന്ന്. അത് നല്ല കാര്യമാണ്. പക്ഷെ ബിസിനസ് പരമായിട്ട് ഞാൻ പറയുന്നു, ഈ ഒറ്റ കളിയിൽ ജയിച്ചോളണം. മൈ ലൈഫ് ഈ ഒറ്റ ഇന്നിങ്സ് ആണ്. ഈ കളിയിൽ വിജയിച്ച് അടുത്ത ജന്മം നോക്കാം എന്ന് പറയുന്ന നിങ്ങൾ ആരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധ തെറ്റാണ്. ഈ ലൈഫിൽ വിജയിച്ചേ തീരൂ. അതുകൊണ്ട് ഉറച്ച തീരുമാനം, യെസ് ഓർ നോ. ഈ ഒരു മോർണിംഗ് മീറ്റ് കേട്ടോട് കൂടി നിങ്ങൾ മനസ്സിലാക്കുക, വെറുതെ ഞാൻ പണിയെടുക്കും, എനിക്ക് സ്വന്തം വിശ്വാസം അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ പണിയെടുക്കരുത്. സ്വന്തം വിശ്വാസം, അവനവനിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഈ പണിയെടുത്തിട്ട് വെറുതെയാണ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ ലോകത്തെ നിങ്ങൾ ഒന്നിനെയും വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും സ്വന്തം വിശ്വാസമില്ലാത്ത നിങ്ങൾ മറ്റൊന്നിനും വിശ്വസിച്ചിട്ട് കാര്യമില്ല. മൈ ലൈഫിൽ വിശ്വസിക്കേണ്ട. ആദ്യം നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എനിക്കിത് സാധിക്കും. നിങ്ങൾക്ക് എന്ത് കഴിവ് കുറവുണ്ടോ ആ കഴിവുള്ള ആള് 1-ലും 2-ലും വന്നാൽ മതി. നിങ്ങൾക്കില്ലാത്ത കഴിവുള്ള, എനിക്ക് സംസാരിക്കാൻ കഴിവുള്ള ലെഫ്റ്റനന്റ് വന്നാൽ മതി. എനിക്ക് ബൈക്കുള്ള ഒരു ലെഫ്റ്റനന്റ് വന്നാൽ മതി. അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ വയ്യാത്ത ആളാണ്, നടക്കാൻ പറ്റുന്ന ആൾക്കാർ ലെഫ്റ്റനന്റ് വന്നാൽ മതി. നിങ്ങൾക്ക് കണ്ണ് കാണുന്ന ആൾക്കാർ ലെഫ്റ്റ് വന്നാൽ മതി. നിങ്ങൾക്ക് എന്ത് പോരായ്മയുണ്ട് നിങ്ങൾക്ക് തോന്നുന്നോ, നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ പ്രായം കൂടിയ ആളാണ്, പ്രായം കുറഞ്ഞ ആൾക്കാരുടെ അടുത്ത് മലത്ത് വന്നാൽ മതി. ഞാൻ സ്ത്രീയാണ്, എന്നാൽ 2 പുരുഷന്മാരുടെ അടുത്ത് മലത്ത് വന്നാൽ മതി. ടീം അങ്ങനെയല്ലേ പോണത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ജാതി മതം രാഷ്ട്രീയം. ഞാനൊരു ഹിന്ദു ആണെങ്കിൽ എന്റെ അടുത്ത് ഒരു മുസ്ലിം വന്ന് അങ്ങനെ മുസ്ലിം ഡെവലപ്പ് ആവണ്ട, അങ്ങനെ ക്രിസ്ത്യൻ ഡെവലപ്പ് ആണ്ട, ഈ മേഖലയിൽ പറയൂല. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ശരി, അത് ഡെവലപ്പ് ആക്കി നമ്മൾ പോകുള്ളൂ. ശത്രുക്കളാണെങ്കിൽ പോലും, എന്റെ അടുത്തും വലത്തും വന്ന ശത്രുക്കളാണെങ്കിൽ പോലും ആ ശത്രുവിനെ രക്ഷപ്പെട്ടേ ഞാൻ രക്ഷപ്പെടുള്ളൂ. സുഹൃത്തുക്കളെ, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഇടത്തും വലത്തും ഒരു കോൺഗ്രസ്സുകാരനും BJP-കാരൻ അങ്ങനെ ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ രക്ഷപ്പെടണ്ട, അങ്ങനെ BJP-കാരൻ രക്ഷപ്പെടണ്ട എന്ന് ചിന്തിക്കൂല. കാരണം അവർ രക്ഷപ്പെടാൻ ഞാൻ രക്ഷപ്പെടുള്ളൂ. അങ്ങനെ ജാതി മതവും രാഷ്ട്രീയം ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പ്രസ്ഥാനമാണ് MI ലൈഫ് സ്റ്റൈൽ. ഒരു തർക്കമില്ല. അങ്ങനെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി, ഒരിക്കലും പൂട്ടിപ്പോകാത്ത ഇൻഡസ്ട്രി.
അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുക, അവരോട് അച്ചീവ്മെന്റ് കാണിക്കുക, അങ്ങനെ രാജ്യത്തിന് വലിയൊരു പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു വെരി മച്ച്.